ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. സോ നമ്മുടെ ടയർ 2 എക്സാംസ് ഇതെങ്ങനെ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സൊക്കെ പഠിച്ച് കഴിഞ്ഞ് സെറ്റായിട്ടിരിക്കുന്ന ഒരു ടൈം ആയിരിക്കും. ഇനി എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടെൻഷൻ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് പഠിച്ച് കഴിഞ്ഞതാണ്, റിവിഷനും അതേപോലെ മാക്സിമം മോക്ക് ടെസ്റ്റുകളെല്ലാം എടുത്ത് വളരെ സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ടെൻഷനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക ആൻഡ് കിട്ടുന്ന ക്വസ്റ്റ്യൻസിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി അതിനെ വളരെ വൃത്തിക്ക് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിനി ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ ഓക്കെ, ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷനിൽ നമ്മളിപ്പോൾ മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്ന ടൈമിൽ വളരെ റെഗുലർ ആയിട്ട് കാണുന്ന ഒരു ടോപ്പിക്കാണ് ക്ലോസുകൾ. ഓക്കെ, ഇതിൽ ഫ്രേസും ക്ലോസുമാണ് നമുക്ക് ഇപ്പോൾ എഡ്യൂക്കേറ്റീവ് പാറ്റേണിലേക്ക് വന്ന ടൈമിൽ വളരെയധികം നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രണ്ട് ടോപ്പിക്കുകൾ വന്ന. അതിൽ ഫ്രേസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ് ആൻഡ് ക്ലോസ് ആണ് നമുക്കിനി പെൻഡിങ് ഉണ്ടായിരുന്നത്. സോ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളുടെ ഒക്കെ തിരക്ക് മൂലം നമുക്കത് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഓക്കെ, ഒരു ലാസ്റ്റ് മൊമെന്റിൽ നമുക്ക് എന്ത് ചെയ്യാം, അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് എക്സാമിലേക്ക് പോകാം. ഓക്കെ, സോ എന്താണ് ക്ലോസ് എന്ന് പറയുന്നത്? ഓക്കെ, ക്ലോസും ഫ്രേസും നമ്മൾ വളരെ റെഗുലർ ആയിട്ട് ഇപ്പോൾ എക്സാംസിൻ്റെ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്ന ടൈമിൽ ഓപ്ഷനുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ക്ലോസുകളും ഫ്രേസുകളും. ഫ്രേസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ഫ്രേസ് എന്ന് പറയുന്നത്. ആൻഡ് അഗെയിൻ ക്ലോസ് എന്ന് പറയുന്നതും എന്താണ്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ഓക്കെ, സിംപ്ലി ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അപ്പോൾ ഫ്രേസും ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്, ക്ലോസും ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ബേസിക്കലി? ഓക്കെ, ഇവർ തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്, ക്ലോസിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഉണ്ടാകും, അതേസമയം ഫ്രേസിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഉണ്ടാകത്തില്ല. ഇവിടെ നിർബന്ധമായിട്ടും സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഉണ്ടാകും. അതേസമയം ഫ്രേസ് ആവുമ്പോഴോ, ഫ്രേസ് ആകുന്ന സമയത്ത് ഈ ഡിഫറൻസ് ഇങ്ങനെ തന്നെ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ഫ്രേസ് ആകുന്ന സമയത്ത് അവിടെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് നിർബന്ധമായിട്ടും ഉണ്ടാകാൻ പാടില്ല. കാരണം നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ മേ ബി നൗൺ ഫ്രേസ് ഉണ്ടാകാം, നൗൺ ക്ലോസ് ഉണ്ടാകാം. അപ്പൊ ഇത് നൗണിന്റെ പൊസിഷനിങ് ആണ് ഇതിന് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇത് ക്ലോസ് ആണോ ഫ്രേസ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് വരും. ഓക്കെ, ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഉണ്ടാവും. ബേസിക്കലി ഫ്രേസ് പറയുന്ന പോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. എന്ന് വെച്ചാൽ മിനിമം 2 വാക്കുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഒരു ക്ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. മിനിമം 2 വാക്കുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു ഫ്രേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഫ്രേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ പവർ അവറിൽ, ഡെയിലി പവർ അവർ ലൈവ് സീരീസിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. സോ അതിന്റെ ലിങ്ക് നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ആൻഡ് ഓക്കെ, ക്ലോസിന്റെ കേസ് നോക്കുന്ന സമയത്തും എന്താണ്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. മിനിമം 2 വാക്ക് ഉണ്ടാകണം. പക്ഷെ അവിടെ എന്തുണ്ടാകണം? അവിടെ ഒരു സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഉണ്ടാകണം. അതായത് ഷീ സെഡ് എന്ന് ജസ്റ്റ് പറയുന്ന സമയത്ത് ഇതൊരു കംപ്ലീറ്റ് മീനിങ് തരുന്ന സെന്റൻസ് ആണോ? അല്ല. ഓക്കെ, ഷീ സെഡ് വാട്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ പെൻഡിങ് നിൽക്കുകയാണ് അല്ലേ. അപ്പം ഷീ സെഡ് വാട്ട് എന്നുള്ള ക്വസ്റ്റ്യനും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒബ്ജക്റ്റും കൂടെ വന്നു കഴിഞ്ഞാൽ എന്താവുള്ളൂ? ഇതൊരു സെന്റൻസിലേക്ക് മാറുള്ളൂ. അതുവരെ എന്താണ്, ഇവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, അതിനനുസരിച്ച് ഒരു വെർബുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സബ്ജക്റ്റും അതിനനുസരിച്ച് ഒരു വെർബും, ഒരു സബ്ജക്റ്റ് ഏതെങ്കിലും ഒരു വെർബല്ല, ആ സബ്ജക്റ്റിന് അനുസൃതമായിട്ട് വളരെ കൃത്യമായിട്ട് അതിന് പാരലലി വരുന്ന ഒരു വെർബും വരുവാണെങ്കിൽ, അതായത് അവിടെ ഒരു സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ നമുക്കതിനെ ക്ലോസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം ബേസിക്കലി ഒരു ക്ലോസിലുള്ള 2 എലിമെന്റ്സ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഉണ്ടാകും, വെർബ് ഉണ്ടാകും. ഓക്കെ, ഇനി ക്ലോസ് മേ ഓർ മേ നോട്ട് എക്സ്പ്രസ് എ കംപ്ലീറ്റ് മീനിങ് തരുന്നതായിരിക്കാം, ചിലപ്പോൾ കംപ്ലീറ്റ് മീനിങ് തരുന്നതായിരിക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എന്തൊക്കെ ടൈപ്പ് ക്ലോസുകൾ ഉണ്ട് എന്നുള്ളത്. ആൻഡ് ക്ലോസ് നമ്മൾ ബേസിക്കലി വളരെ ചെറുതായിരിക്കുന്ന ടൈം തൊട്ട് കേൾക്കുന്ന 2 ക്ലോസുകളായിരിക്കും, ഇൻഡിപെൻഡന്റ് ക്ലോസും ഡിപെൻഡന്റ് ക്ലോസും. നമ്മൾ കണ്ടീഷണൽ സെന്റൻസ്, അതായത് ഇഫ് ഐ വർക്ക് ഹാർഡ് ഐ വിൽ പാസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷണൽ സെന്റൻസ് പഠിച്ച സമയത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇൻഡിപെൻഡന്റ് ക്ലോസ് അല്ലെങ്കിൽ ഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറയുന്ന വളരെ ചെറുതായിരിക്കുന്ന കാലം തൊട്ട് നമ്മൾ കേൾക്കുന്ന. അപ്പം ഇൻഡിപെൻഡന്റ് ക്ലോസ് അല്ലെങ്കിൽ മെയിൻ ക്ലോസ്, ഡിപെൻഡന്റ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ക്ലോസുകളുള്ള എല്ലാ സെന്റൻസിലും നമുക്ക് ഈ ഇൻഡിപെൻഡന്റിനെ ഡിപെൻഡന്റിനെ കിട്ടും കേട്ടോ. അതായത് ബേസിക്കലി എല്ലാ ക്ലോസുകളും, അത് നമ്മളിപ്പോൾ അഡ്ജക്റ്റീവ് ക്ലോസ് എടുത്താലും നൗൺ ക്ലോസ് എടുത്താലും ഒക്കെ ആ ക്ലോസുകളൊക്കെ ഒന്നെങ്കിൽ ഡിപെൻഡന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. എനിവേ ഒന്നെങ്കിൽ ഡിപെൻഡന്റ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ്, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എല്ലാ ക്ലോസുകളും. അത് നിർബന്ധമാണ് കേട്ടോ. അപ്പൊ ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് വെച്ചാൽ എന്താണ്? A clause that makes complete sense by itself. Okay, it can stand alone as a sentence. Like example നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, she is reading a book. ഷീസ് റീഡിങ് എ ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ബേസിക്കലി നോക്കുമ്പോൾ
സെന്റൻസ് ആണ് അല്ലേ? ഓക്കെ, ഒരു കംപ്ലീറ്റ് മീനിങ് തരുന്ന ഒരു സെന്റൻസ് തന്നെയാണ്. ആൻഡ് ആ സെന്റൻസ് എന്താണ്? ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഓക്കെ, അതായത് അതിനെ സ്റ്റാൻഡ് അലോൺ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മീനിങ് കൺവേ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഷീസ് റീഡിങ് എ ബുക്ക്, അവളൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നമുക്കൊരു എക്സ്റ്റൻഷന്റെ ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ? അതൊരു കംപ്ലീറ്റ് മീനിങ് തരുന്ന സെന്റൻസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് മീനിങ് തരുന്ന ക്ലോസ് ആണ്. അതിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് വിളിക്കുന്നത്. ഇനി ഐ വെയിറ്റഡ് ഫോർ ഹിം, ഓക്കെ, ഞാൻ അവന് വേണ്ടി വെയിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് ആ മീനിങ് കംപ്ലീറ്റ്ലി കൺവേ ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. അതായത് അവിടെ മിച്ചം ഒന്നും വെക്കുന്നില്ല, വളരെ കൃത്യമായിട്ട് ആ സെന്റൻസ് സ്റ്റാൻഡ് അലോൺ ചെയ്യുന്നുണ്ട്. ആൻഡ് സ്റ്റാൻഡ് അലോൺ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ഒരു മീനിങ്ങിനെ കൺവേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇൻഡിപെൻഡന്റ് ക്ലോസിന് ലാസ്റ്റ് ഈച്ച് സെന്റൻസ് ഹാസ് എ സബ്ജക്ട് ആൻഡ് വേർബ് ആൻഡ് ഗീവ്സ് കംപ്ലീറ്റ് മീനിങ്. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഡിപ്പെൻഡന്റ് ക്ലോസുകളാണ്. അതായത് നമ്മൾക്ക് റെഗുലർ ആയിട്ട് നമ്മളെ ഓപ്ഷൻസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നൗൺ ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ്, ആഡ്വേർബ് ക്ലോസ് ഒക്കെ എന്താണ്? ഡിപ്പെൻഡന്റ് ക്ലോസുകളാണ്. ഓക്കെ, അവ ഒരിക്കലും ഇൻഡിപെൻഡന്റ് ക്ലോസ് ആവില്ല, അവ എപ്പോഴും ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആയിരിക്കും കേട്ടോ. അതായത് നൗൺ ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ്, ആഡ്വേർബ് ക്ലോസ്. ഓക്കെ, ഈ 3 ക്ലോസ് ആണ് നമ്മൾ റെഗുലർ ആയിട്ട് കാണുന്നത് ഇപ്പം ഓപ്ഷനുകളിൽ. സോ ആ ക്ലോസുകളെല്ലാം എന്താണ്? നിർബന്ധമായിട്ടും ആ ക്ലോസുകളെല്ലാം ഇൻഡിപെൻഡന്റ് ക്ലോസുകളല്ല, ഡിപ്പെൻഡന്റ് ക്ലോസുകളാണ് കേട്ടോ. സബോർഡിനേറ്റ് ക്ലോസുകളാണ് ആ ക്ലോസുകളെല്ലാം. ഓക്കെ, സോ എന്താ ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് പറയുന്നത്? A clause that cannot stand alone. It depends on the main clause to complete its meaning. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്ത്, ഇൻഡിപെൻഡന്റ് ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്ലോസ് ആയിരിക്കും സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഐ നോ ദാറ്റ് ഹി ഈസ് ഓണസ്റ്റ്. ഓക്കെ, അവിടെ നോക്കിയേ, ഐ നോ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ്ലി നിൽക്കുന്നതാണ് അല്ലേ? എനിക്കറിയാം. ഓക്കെ, എനിക്കറിയാം സംതിങ്, എനിക്കറിയാം. ഓക്കെ, അതിനെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാൻഡ് അലോൺ ചെയ്യാൻ പറ്റും അല്ലേ? എനിക്കറിയാം എന്ന് പറഞ്ഞ് നമുക്ക് നിർത്തിയാൽ മതി. ഇനി that he is honest. that he is honest എന്ന് പറയുന്നത് നോക്കിയേ, ഈ ഐ നോയിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് അല്ലേ? അപ്പൊ ഈ that he is honest എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡന്റ് ക്ലോസും അതേപോലെ ഐ നോ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ക്ലോസും ആണ്. ഓക്കെ, ഐ നോ എന്ന് പറയുന്നത് എനിക്കറിയാമെന്ന് പറയുന്നത് ഇവിടെ ഇൻഡിപെൻഡന്റ് ആണ്. ആൻഡ് that he is honest എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഇനി ഡിപ്പെൻഡന്റ് ക്ലോസിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കണം. നൗൺ ക്ലോസ് ഉണ്ട്, അഡ്ജക്റ്റീവ് ക്ലോസ് ഉണ്ട്, ആഡ്വേർബ് ക്ലോസ് ഉണ്ട്. ഓക്കെ, സോ ടൈപ്പ് ഓഫ് ഡിപ്പെൻഡന്റ് ക്ലോസ്: നൗൺ ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ്, ആഡ്വേർബ് ക്ലോസ്. എന്താ നൗൺ ക്ലോസ് എന്ന് പറയുന്നത്? a noun clause functions as a noun in a sentence. It can act as subject, object, complement, ഒബ്ജക്റ്റ് ഓഫ് എ പ്രപ്പോസിഷൻ. ഓക്കെ, ഇത്രയും പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. നൗൺ വരാൻ എവിടെയൊക്കെ നൗൺ വരും എന്ന് ആലോചിച്ചാൽ മതി. നൗൺ എവിടെയൊക്കെ വരും? സബ്ജക്റ്റിൽ വരും, ഒബ്ജക്റ്റിൽ വരും. അതേപോലെ കോംപ്ലിമെന്റിൽ, സബ്ജക്ട് കോംപ്ലിമെന്റ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നൗൺ ഫ്രേസിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സബ്ജക്ട് കോംപ്ലിമെന്റിൽ വരാം. അതേപോലെ ഓക്കെ, പ്രപ്പോസിഷന്റെ ഒബ്ജക്റ്റ്, ഇതൊരു പ്രപ്പോസിഷന് ശേഷം നിർബന്ധമായിട്ട് ഒരു നൗണേ വരാൻ പാടുള്ളൂ. അവിടെ എന്ത് വരണം? നൗൺ വരണം. അല്ലെങ്കിൽ പ്രപ്പോസിഷന്റെ ഒബ്ജക്റ്റിൽ നൗൺ വരണം. ഓക്കെ, ഇത്രയാണ് ബേസിക്കലി നൗൺ വരാനുള്ള പോസിബിലിറ്റി. അവിടെ തന്നെ എന്തും വരുള്ളൂ? നൗൺ ക്ലോസും വരത്തുള്ളൂ കേട്ടോ. ഇനി കോമൺ ഇൻട്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്, അതായത് നൗൺ ക്ലോസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നോർമലി അവിടെ ദാറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, ഇഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, വെദർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, ഹൂ, ഹൂം, ഹൂസ്, വാട്ട്, വിച്ച്, വെൻ, വേർ, വൈ, ഹൗ. ഈ വാക്കുകൾ കാണാപ്പാടം പഠിച്ച് വെക്കണ്ട. കാരണം ഇതേ വാക്കുകൾ തന്നെ നമുക്ക് റിലേറ്റീവ് ക്ലോസ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ക്ലോസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ക്ലോസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ വാക്കുകൾ തന്നെ നമ്മൾ യൂസ് ചെയ്യും. സോ ഈ വാക്കുകൾ കാണാപ്പാടം പഠിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? നൗൺ ക്ലോസിനെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നൗൺ ക്ലോസ് ആസ് എ സബ്ജക്ട് നോക്കിയേ, വാട്ട് ഹി സെഡ് സർപ്രൈസ്ഡ് എവ്രി വൺ. ദാറ്റ് ഷീ ഈസ് ഓണസ്റ്റ് ഈസ് വെൽ നോൺ. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് സബ്ജക്ട് വെർബ് വരുന്നത് എവിടെയാണ്? സർപ്രൈസ്ഡിലാണ് വെർബ് വരുന്നത്. അപ്പോൾ വെർബിന് ഫ്രണ്ടിലുള്ള പോർഷനൊക്കെ എന്താണ്? ബേസിക്കലി നൗണിനെ അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ പോർഷനാണ്. ഓക്കെ, ഇത് വെർബാണെങ്കിൽ വെർബിന് ഫ്രണ്ടിലുള്ള പോർഷൻ എന്താണ്? സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ വാട്ട് ഹി സെഡ്, അവൻ പറഞ്ഞത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അപ്പൊ അവൻ പറഞ്ഞതാണ് ഇവിടെ എന്തായിട്ട് വരുന്നത്? നൗൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവൻ പറഞ്ഞത്, ഇവിടെ നോക്കി, ഇവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു വെർബ് ഉണ്ട്. അത് നോക്കുക കേട്ടോ. നൗൺ ഫ്രേസും നൗൺ ക്ലോസും ആയിട്ട് നമുക്ക് ഏറ്റവും ബേസിക്കലി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. സബ്ജക്റ്റും വെർബുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടോ നോക്കുക. അതായത് സബ്ജക്റ്റിന് അനുസരിച്ചിട്ടുള്ള വെർബ് അവിടെ ഉണ്ടോ നോക്കുക. അപ്പം ഇവിടെ സബ്ജക്റ്റിന് അനുസരിച്ചിട്ടുള്ള വെർബ് ഉണ്ട്,
ക്ലോസ്. ഓക്കെ, അത് ക്ലോസ് ആണ്. നൗണിന്റെ സ്ഥാനം അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഇത് നൗൺ. അതേപോലെ നോക്കിയാൽ ദാറ്റ് ഷീ ഈസ് ഓണസ്റ്റ് ഈസ് വെൽ നോൺ. ഓക്കെ, അവിടെ എന്താണ്, അവൾ ഓണസ്റ്റ് ആണ് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. സോ ഷീ ഈസ് ഓണസ്റ്റ് അല്ലെങ്കിൽ ദാറ്റ് ഷീ ഈസ് ഓണസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ സബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. സോ ഇത് കംപ്ലീറ്റ്ലി നൗൺ ആണ്. ആൻഡ് ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണെങ്കിൽ ഈസ് എന്ന് പറയുന്നത് അതിനനുസരിച്ചിട്ടുള്ള വെർബ്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് വന്നില്ലേ, അപ്പൊ ഇതെന്താണ്, നൗൺ ക്ലോസ് ആണ്. അതേപോലെ ഒബ്ജക്റ്റ് ആവുന്ന സമയത്ത് നോക്കിയേ, ഐ നോ ദാറ്റ് ഹി ഈസ് ഓണസ്റ്റ്. ഓക്കെ, ഷീ ആസ്ക്ഡ് വേർ ഹി ലിവ്ഡ്. ഇവിടെ ദാറ്റ് ഹി ഈസ് ഓണസ്റ്റ് എന്ന് പറയുന്നത് നോക്കിയാൽ ഐ നോ, എനിക്കറിയാം എന്ത്, ദാറ്റ് ഈസ് ഹി ഈസ് ഓണസ്റ്റ്. ഓക്കെ, അവൻ ഓണസ്റ്റ് ആണ് എന്ന് എനിക്കറിയാം. ഇവിടെ സബ്ജക്റ്റ് വന്നു, സബ്ജക്റ്റിന് ശേഷം വെർബ് വന്നു, വെർബിനെ ഫോളോ ചെയ്ത് വരേണ്ടത് ഒബ്ജക്റ്റ്. അപ്പൊ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് എന്തായിരിക്കും ഉണ്ടാവുന്നത്, നൗൺ ആയിരിക്കും. ഓക്കെ, ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് നൗൺ ആയിരിക്കും ഉണ്ടാകുന്നത്. ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റ്, ഈസ് എന്ന് പറയുന്നത് വെർബ്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇവിടെ ഈ സെന്റൻസിലെ സബ്ജക്റ്റിനെ വെർബിനെ അല്ല കേട്ടോ, ഈ ക്ലോസിനെ എടുക്കുന്ന സമയത്ത് ഈ ക്ലോസിന്റെ ഉള്ളിൽ ഒരു സബ്ജക്റ്റും വെർബിനെ എടുക്കുവാണെങ്കിൽ ഹി സബ്ജക്റ്റ്, ഈസ് വെർബ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഉണ്ട്. അഗെയിൻ നൗൺ ക്ലോസിലേക്ക് വരും കേട്ടോ ഇത്. ഓക്കെ, ഇനി കോംപ്ലിമെന്റ് ആവുന്ന സമയത്ത് നോക്കാം. മൈ ബിലീഫ് ഈസ് ദാറ്റ് ഹാർഡ് വർക്ക് പേസ്. ദ പ്രോബ്ലം ഈസ് വൈ ഹി ലെഫ്റ്റ് എയർലി. അവിടെ നോക്കിയേ, പ്രോബ്ലം എന്ന് പറയുന്നതും വൈ ഹി ലെഫ്റ്റ് എയർലി എന്ന് പറയുന്നതും ഓക്കെ ഒന്നാണ്. പ്രോബ്ലം എന്താണ്, അവൻ എന്തുകൊണ്ട് നേരത്തെ പോയി എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ, അപ്പൊ ഈ രണ്ട് സാധനം ഒന്നാണെങ്കിൽ ഈ പ്രശ്നം എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ എക്സ്, ഓക്കെ, വൈ ഹി ലെഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ പ്രോബ്ലം തന്നെ. സോ ഇത് രണ്ടും ഒന്നാണെങ്കിൽ രണ്ട് സബ്ജക്റ്റുകൾ ഒരേ സാധനത്തിനെയാണ് കാണിക്കുന്നതെങ്കിൽ ഒന്നാമത്തേനെ നമ്മൾ സബ്ജക്റ്റ് എന്നും രണ്ടാമത്തതിനെ സബ്ജക്ട് കോംപ്ലിമെന്റ് എന്നും വിളിക്കും കേട്ടോ. ഇതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട കാര്യമില്ല, നമുക്ക് എന്ത് പഠിച്ചാൽ മതി, തൽക്കാലം നൗൺ ക്ലോസ് പഠിച്ചാൽ മതി. ഓക്കെ, സബ്ജക്ട് കോംപ്ലിമെന്റ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം എന്നുള്ളവർ എന്ത് ചെയ്യുക, നമ്മുടെ നൗൺ ഫ്രീസ് ഒന്ന് പോയി നോക്കുക, നൗൺ ഫ്രീസിന്റെ വീഡിയോ ഒന്ന് പോയി നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ സബ്ജക്ട് കോംപ്ലിമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് നോക്കിയേ, വെർബിന് ഫ്രണ്ടിൽ സബ്ജക്റ്റ്, വെർബിന് ശേഷം എന്താണ് വരേണ്ടത്, ഇവിടെ സബ്ജക്ട് കോംപ്ലിമെന്റ് ആണ്, അതെന്തായിരിക്കും, നൗൺ ആയിരിക്കും. ആൻഡ് ഹി ലെഫ്റ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഇവിടെ കാണുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ക്ലോസ് ആണ്. ഓക്കെ, അപ്പം നൗൺ ക്ലോസ് ആണ് ഇവിടെ വരുന്നത്. ഇനി പ്രപ്പോസിഷൻ ആവുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം പ്രപ്പോസിഷന് ശേഷം നിർബന്ധമായിട്ടും എന്തേ വരാൻ പാടുള്ളൂ, നൗണേ വരാൻ പാടുള്ളൂ. നിർബന്ധമാണ് കേട്ടോ, പ്രപ്പോസിഷന് ശേഷം നൗണേ വരാൻ പാടുള്ളൂ. അപ്പൊ നമുക്കിവിടെ കിട്ടി ഓഫ് എന്ന് പറയുന്ന പ്രപ്പോസിഷന് ശേഷം വാട്ട് ഹി ക്യാൻ അച്ചീവ് കിട്ടി. അപ്പൊ ഈ വാട്ട് ഹി ക്യാൻ അച്ചീവ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നതാണ്, നൗൺ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഇനി നൗൺ വന്നു കഴിയുമ്പോൾ അത് നൗൺ ഫ്രേസ് ആണോ നൗൺ ക്ലോസ് ആണോ നമുക്കറിയണം. രണ്ട് പോസിബിലിറ്റി ഉള്ളൂ കേട്ടോ, രണ്ട് പോസിബിലിറ്റി ഉള്ളൂ. ഒന്നെങ്കിൽ നൗൺ ഫ്രേസ് അല്ലെങ്കിൽ നൗൺ ക്ലോസ്. നോക്കിയേ, ഹി എന്ന് പറയുന്ന ഇവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ക്യാൻ അച്ചീവ് എന്ന് പറയുന്ന വെർബ് ഫോമും ഉണ്ട്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് വന്നാൽ അവിടെ എന്ത് വരണം, ക്ലോസ് വരണം. അപ്പൊ ഇത് നൗൺ ക്ലോസ്. ഇനി അഡ്ജക്റ്റീവ് ക്ലോസ് വരുന്ന സമയത്ത്, അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് വെച്ചാൽ റിലേറ്റീവ് പ്രൊനൗണുകളെ വെച്ചിട്ട് നമ്മൾ സബ്ജക്റ്റിനെ മോഡിഫൈ ചെയ്ത, ബേസിക്കലി അഡ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്, നൗണിനെ മോഡിഫൈ ചെയ്യുന്നത് എന്തും അഡ്ജക്റ്റീവ് ആണ്. അപ്പം നൗണിനെ മോഡിഫൈ ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ ഉപയോഗിക്കുകയാണ്. ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന്റെ ഉള്ളിൽ തന്നെ ഒരു സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റും ഉണ്ട്, ഒരു സബ്ജക്റ്റിനെ ഒരു വെർബിനെ നമുക്ക് കാണാം. അങ്ങനെയെങ്കിൽ അത് എന്താണ്, അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. An adjective clause describes or modifies a noun or a pronoun. It works like an adjective. കോമൺ റിലേറ്റീവ് പ്രൊനൗൺസ് യൂസ് ചെയ്തിട്ടാണ് അതിനെ നമ്മൾ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഹൂ, ഹൂം, ഹൂസ്, വിച്ച്, ദാറ്റ്, അല്ലെങ്കിൽ റിലേറ്റീവ് ആഡ്വേർബ്സ് ലൈക്ക് വെൻ, വെയർ, വൈ തുടങ്ങിയിട്ടുള്ള ആഡ്വേർബുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ്. അതിന് വലിയ സ്ട്രെസ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ദ ബോയ് ഹൂ ഇസ് സ്റ്റാൻഡിങ് ദർ ഇസ് മൈ ബ്രദർ. ഓക്കെ, ഇവിടെ നോക്കിയേ, ദ ബോയ് ഹൂ ഇസ് സ്റ്റാൻഡിങ്. ഇവിടെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാം. ഹൂ ഇസ് സ്റ്റാൻഡിങ് എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, സ്റ്റാൻഡിങ് ദർ. ഹൂവിന് ശേഷം സബ്ജക്റ്റ് വെർബ് ഇവിടെ കിട്ടുന്നുണ്ടോ? ഇല്ല അല്ലെ. ഇവിടെ ഈസ് എന്ന് പറയുന്ന ഒരു വെർബിന്റെ ഈ സ്റ്റാൻഡിങ് എന്ന് പറയുന്ന വെർബ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ സബ്ജക്റ്റ് എവിടെയാ? ഇത് റിലേറ്റീവ് പ്രൊനൗണുകളുടെ സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ. റിലേറ്റീവ് പ്രൊനൗണുകൾക്ക് മാത്രമുള്ള സ്പെഷ്യാലിറ്റി ആണ്. ഓക്കെ, ഹൂ എന്ന് പറയുന്നത് അതിന്റെ തൊട്ട് മുന്നേ, അതായത് റിലേറ്റീവ് പ്രൊനൗൺ വന്നു കഴിഞ്ഞാൽ അതിന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ തൊട്ട് മുന്നിൽ വരുന്ന വാക്കായിരിക്കും അതിന്റെ സബ്ജക്റ്റ്.
എപ്പോൾ റിലേറ്റീവ് പ്രൊനൗൺ വന്നാൽ, അതായത് ഹൂ, വാട്ട്, വിച്ച്, വെൻ തുടങ്ങിയിട്ടുള്ള റിലേറ്റീവ് നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡുകളില്ലേ അത് തന്നെ. ഓക്കെ, അവർ റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ട് ആക്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ സബ്ജക്റ്റ് എപ്പോഴും അതിന്റെ തൊട്ട് മുന്നിൽ വരുന്ന വാക്കായിരിക്കും. ഇവിടെ ബോയ് ആണ് ഇതിന്റെ സബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ ഇതിന് എന്ത് വന്നു? സബ്ജക്റ്റ് കിട്ടി. ഓക്കെ, ആൻഡ് ഈ ബോയ് എന്ന് പറയുന്ന ഈ സെന്റൻസിന്റെ സബ്ജക്റ്റ് കൂടെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ രണ്ട് സബ്ജക്റ്റ് ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ റിലേറ്റീവ് പ്രൊനൗണിന്റെ സബ്ജക്റ്റ് ആയിട്ടും ഈ ബോയ് ആക്ട് ചെയ്യുന്നുണ്ട്, ഈ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ടും ഈ ബോയ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ കോംപ്ലക്സ് സെന്റൻസ്, സിമ്പിൾ സെന്റൻസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്ന സമയത്ത് വരുന്ന ഇതാണ്. ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, നമുക്ക് രണ്ട് സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് കിട്ടണം. ബേസിക്കലി കോംപ്ലക്സ് സെന്റൻസിലേക്ക് വരുവാണെങ്കിൽ അല്ലെങ്കിൽ കോമ്പൗണ്ട് സെന്റൻസിലേക്ക് വരുവാണെങ്കിലും രണ്ട് സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് കിട്ടണം. ഇവിടെ നമുക്ക് ഒരു സബ്ജക്റ്റേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ ഒരു വെർബ്, ഇവിടെയും ഒരു വെർബ്. അപ്പോൾ ഒരു സബ്ജക്റ്റിന് രണ്ട് വെർബും അല്ലേ എന്ന് വിചാരിക്കും. ഒരു സബ്ജക്റ്റിന് രണ്ട് വെർബും അല്ല ഇവിടെ വരുന്നത്. റിലേറ്റീവ് പ്രൊനൗണിന്റെ സ്പെഷ്യാലിറ്റിയാണ് ഈ സബ്ജക്റ്റ് ഇതിനെയും കൂടെ ബാധിക്കും. അപ്പൊ ഇവിടെ ഒരു സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ്, ഇവിടെയും ഒരു സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ്, അങ്ങനെ രണ്ട് സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് കോംപ്ലക്സ് സെന്റൻസിലേക്ക് പോകും. ഒന്ന് ഓർത്ത് വെക്കണേ അത് ജസ്റ്റ് ഒന്ന്. ഓക്കെ, ഐ ലൈക്ക് ബുക്സ് ദാറ്റ് ഇൻസ്പയർസ് മീ. ഓക്കെ, നോക്കി ബുക്കിനെ അല്ലേ ഈ ദാറ്റ് ഇൻസ്പയർസ് മീ ക്വാളിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയുള്ള ബുക്കിനെയാണ് ഇഷ്ടം? ഓക്കെ, ഇൻസ്പയർ ചെയ്യുന്ന ബുക്കിനെയാണ് ക്വാളിഫൈ ചെയ്തത്. ആൻഡ് ഇൻസ്പയർ എന്ന് പറയുന്ന വെർബ് ഉണ്ട് ഇവിടെ. ഇതിന്റെ സബ്ജക്റ്റ് ഏതാണ്? ബുക്സ് എന്ന് പറയുന്നതാണ് ഇതിന്റെ സബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റും വന്നു, ബുക്കിനെയാണ് ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇതെന്താണ്? അഡ്ജക്റ്റീവ് ക്ലോസ്. ഇനി ആഡ്വേർബ് ക്ലോസ്. ആഡ്വേർബ് ക്ലോസ് നമുക്ക് കുറച്ചധികം ടൈപ്പ് ഓഫ് ആഡ്വേർബ് ക്ലോസുകളുണ്ട്. ജസ്റ്റ് നമുക്ക് ഓടിച്ചോടിച്ച് നോക്കാം, കാരണം നമുക്ക് എക്സാം ടൈമാണ്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള ടൈമില്ല. പക്ഷേ സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചൊന്ന് നോക്കി വെക്കാം. കാരണം ഓക്കെ, നമുക്ക് കാണാം ആഡ്വേർബ് ക്ലോസ് ആക്ടിങ് ആസ് കൺസെഷൻ, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ആഡ്വേർബുകളുണ്ട് അല്ലെങ്കിൽ ആഡ്വേർബ് ക്ലോസുകളുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിനെയൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, an adverb clause modifies a verb, adjective or another adverb. Basically നമ്മുടെ adverb എന്ന് പറയുന്നത് എന്താണ്? വേർബിനെ, അഡ്ജക്റ്റീവിനെ, മറ്റൊരു ആഡ്വേർബിനെ, ഇത്ര എണ്ണത്തിനെ ക്വാളിഫൈ ചെയ്യുന്നതാണ് ആഡ്വേർബ് എന്ന് പറയുന്നത്. ആ ആഡ്വേർബിനെ പോലെ ആക്ട് ചെയ്യുന്നതാണ് എന്ത്? ആഡ്വേർബ് ക്ലോസ് എന്ന് പറയുന്നത്. സ്റ്റിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആഡ്വേർബ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആൻഡ് ആ ആഡ്വേർബ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന്റെ ഉള്ളിൽ ഒരു സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് വരുന്നു. അതിനെയാണ് നമ്മൾ ആഡ്വേർബ് ക്ലോസ് എന്ന് വിളിക്കുന്നത്. ഇനി ടൈപ്പ് ഓഫ് ആഡ്വേർബ് ക്ലോസ്. ഓക്കെ, നമുക്ക് ആഡ്വേർബ് ഓഫ് ടൈം ഉണ്ട്, ആഡ്വേർബ് ഓഫ് മാനർ ഉണ്ട്, ആഡ്വേർബ് ഓഫ് പ്ലേസ് ഉണ്ട്. അതേപോലെ ആഡ്വേർബ് ക്ലോസ് ഓഫ് ടൈം. വെൻ, വൈൽ, ബിഫോർ, ആഫ്റ്റർ, സിൻസ്, അൺടിൽ തുടങ്ങിയിട്ടുള്ള കൺജങ്ഷനുകൾ ഉപയോഗിച്ച് നമ്മൾ ടൈമിനെ റെപ്രസെന്റ് ചെയ്യൂലേ. അങ്ങനെ ടൈമിനെ റെപ്രസെന്റ് ചെയ്യുന്ന അത് വെർബിനെയാണ് ക്വാളിഫൈ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ഐ വിൽ കോൾ യു വെൻ ഐ റീച്ച് ഹോം. ഓക്കെ, ഐ വിൽ കോൾ യു, വിൽ കോൾ. ഓക്കെ, എപ്പോൾ വിളിക്കും? വെൻ. ഈ കോളിനോട് വെൻ ചോദിച്ചാൽ എന്ത് കിട്ടും? വെൻ ഐ റീച്ച്ഡ് ഹോം എന്ന് പറയുന്ന ആൻസർ കിട്ടും അല്ലെ. കോളിനോട് വെൻ ചോദിച്ചു. ഓക്കെ, എപ്പോൾ വിളിക്കും? അപ്പൊ ആൻസർ കിട്ടി വെൻ ഐ റീച്ച് ഹോം. ഓക്കെ, ആൻസർ കിട്ടി. അപ്പൊ ഇതെന്താണ്? ആഡ്വേർബ് ആണ്. ഓക്കെ, കോളിനോട് വെൻ, വൈ, വെൻ, വൈ, ഹൗ ഓഫൺ, ഓക്കെ, ഇതൊക്കെ ചോദിച്ചാൽ, ഹൗ മച്ച്, ഇതൊക്കെ ചോദിച്ചാൽ നമുക്ക് ആഡ്വേർബുകളാണ് കേട്ടോ കിട്ടുക. So, she left before the meeting ended. She left when? Before, okay, the meeting ended. മീറ്റിംഗ് എൻഡ് ചെയ്യുന്നതിന് മുൻപ് ആള് പോയി. ആൻഡ് ഇവിടെ മീറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്, എൻഡഡ് എന്ന് പറയുന്ന വെർബ് ഉണ്ട്, സബ്ജക്റ്റ് വെർബ് കിട്ടി. ഇവിടെ ആണെങ്കിലും നോക്കിയാൽ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്, റീച്ച് എന്ന് പറയുന്ന വെർബ് ഉണ്ട്, സബ്ജക്റ്റ് വെർബ് കിട്ടി. ഇത്രയേ ഉള്ളൂ കേട്ടോ. വെർബിനെ ക്വാളിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അഡ്ജക്റ്റീവിനെ ക്വാളിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ആഡ്വേർബിനെ തന്നെ ക്വാളിഫൈ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, അതിന്റെ ഉള്ളിൽ എന്തുണ്ടാകണം? സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് ഉണ്ടാകണം. ആൻഡ് ഇത് വെന്ന് ചോദിക്കുമ്പോഴാണെങ്കിൽ ആഡ്വേർബ് ക്ലോസ് ഓഫ് ടൈം, വേറെ ചോദിക്കുമ്പോഴാണെങ്കിൽ ഓക്കെ, വേറെവർക്ക് ചോദിക്കുന്ന ടൈമിലാണെങ്കിൽ നമ്മൾക്ക് ആഡ്വേർബിയൽ ക്ലോസ് ഓഫ് പ്ലേസ് ആണ് കേട്ടോ. സിറ്റ് വേർ യു ആർ കംഫർട്ടബിൾ, എവിടെ വേണമെങ്കിലും ഇരുന്നു. ഓക്കെ, ഹി ഗോസ് വേർ എവർ ഹിസ് ജോബ് ടേക്സ് ഹിം. അപ്പൊ ഹി ഗോസ് വേർ, എവിടെയാ പോകുന്നത്? അല്ലെങ്കിൽ സിറ്റ് വേർ, എവിടെയാണ് ഇരിക്കുന്നത്? ഓക്കെ, അങ്ങനെ വേർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുവാണെങ്കിൽ അതാണ് ആഡ്വേർബ് ക്ലോസ് ഓഫ് പ്ലേസ്. ഇനി ആഡ്വേർബ് ക്ലോസ് ഓഫ് റീസൺ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ വെർബിനോട് വൈ ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ്. നോക്കിയേ, ഐ സ്റ്റേഡ് ഹോം. വൈ? എന്തുകൊണ്ടാണ് ഞാൻ സ്റ്റേ ചെയ്തത്? ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ്. സിൻസ് ഹി വാസ് ഇൽ ഹി റെസ്റ്റഡ്. ഹി റെസ്റ്റഡ് എന്തുകൊണ്ട്?
സിൻസ് ഹി വാസ് ഇൽ. അപ്പൊ സിൻസ്, ആസ്, ബിക്കോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? മിക്കവാറും ആഡ്വേർബ് ക്ലോസ് ഓഫ് റീസൺ ആയിരിക്കും കേട്ടോ. ആഡ്വേർബ് ക്ലോസ് ഓഫ് റീസൺ. ബിക്കോസ് എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, ഇങ്ങനെ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇന്നത് കാരണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ യൂസ് ചെയ്യുന്നത്. സോ ആഡ്വേർബ് ക്ലോസ് ഓഫ് പേർപ്പസ് എന്താണ്? ഓക്കെ, ഇന്ന കാരണം അല്ലെങ്കിൽ ഇന്ന കാരണത്തിന് വേണ്ടി എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. നോക്കിയേ, എക്സാമ്പിൾ നോക്കിയോ. ഷീ വിസ്പേർഡ് സോ ദാറ്റ് നോബഡി കുഡ് ഹിയർ. ഓക്കെ, അവൾ മെല്ലെയാണ് പറഞ്ഞത്, അതുകൊണ്ട് ആർക്കും അവളെ കേൾക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പൊ പേർപ്പസ് എന്തായിരുന്നു? അതിന്റെ പേർപ്പസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആഡ്വേർബ് ക്ലോസ് ഓഫ് പേർപ്പസ്. ഇതൊക്കെ ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അർത്ഥത്തിൽ നിന്നും മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, മീനിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി ഹി വർക്ക്ഡ് ഹാർഡ് ഇൻ ഓർഡർ ദാറ്റ് ഹി മൈറ്റ് സക്സീഡ്. ഓക്കെ, അവൻ വർക്ക് ഹാർഡ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? പേർപ്പസ് എന്തായിരുന്നു? ഓക്കെ, അവിടെ ഇൻ ഓർഡർ ടു അല്ലെങ്കിൽ ഇൻ ഓർഡർ ദാറ്റ് ഹി മൈറ്റ് സക്സീഡ്. ഇൻ ഓർഡർ ടു ഇവിടെ വരാത്ത എന്താ? ടു വന്നു കഴിഞ്ഞാൽ അത് ഫ്രേസിലേക്കേ പോവുള്ളൂ കേട്ടോ. ആഡ്വേർബിയൽ ഫ്രേസിലേക്കേ വരുള്ളൂ. ഇൻ ഓർഡർ ടു സക്സീഡ് അല്ലേ വരുന്നത്. ഇൻ ഓർഡർ ടു സക്സീഡിൽ സബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല അല്ലേ. ഓക്കെ, അപ്പൊ എന്താണ്? ഇൻ ഓർഡർ ദാറ്റ് ഹി മൈറ്റ് സക്സീഡ്. ഇത് പറയുന്ന സമയത്ത് എന്താണ്? അത് ക്ലോസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നൗ ആഡ്വേർബ് ക്ലോസ് ഓഫ് കണ്ടീഷൻ. ഓക്കെ, അതായത് നമ്മുടെ കണ്ടീഷണൽ സെന്റൻസുകളിലെ ഇഫ് ക്ലോസ് ഇല്ലേ, ഇത് നിർബന്ധമായിട്ടും ആഡ്വേർബ് ക്ലോസ് ഓഫ് കണ്ടീഷൻ ആണ്. നമ്മുടെ കണ്ടീഷണൽ സെന്റൻസ് ഇഫ് ക്ലോസുകൾ അൺലെസ് പറയുന്ന സമയത്ത്, അതായത് അൺലെസ് യു വർക്ക് ഹാർഡ് യു വിൽ നോട്ട് പാസ്, അതിലെ അൺലെസ് യു വർക്ക് ഹാർഡ് എന്ന് പറയുന്നത് എപ്പോഴും ആഡ്വേർബിയൽ ക്ലോസ് ഓഫ് കണ്ടീഷൻ ആണ് കേട്ടോ. ഓക്കെ, ആഡ്വേർബിയൽ ക്ലോസ് ഓഫ് കണ്ടീഷൻ. അത് തന്നെ ഇതാ ഇവിടെ ഇഫ് യു വിൽ പാസ് ഇഫ് യു സ്റ്റഡി വെൽ. അതിൽ ഇഫ് യു സ്റ്റഡി എന്ന് പറയുന്നത് എന്താണ്? ആഡ്വേർബിയൽ ക്ലോസ് ഓഫ് കണ്ടീഷൻ. കണ്ടീഷനെ കാണിക്കുകയാണ്. ഓക്കെ, ഐ വോണ്ട് ഗോ അൺലെസ് യു കം. ഓക്കെ, അൺലെസ് യു കം, നീ വന്നില്ലെങ്കിൽ എന്ന് പറയുന്നത് അത് കണ്ടീഷൻ ആണ്. അതെന്താണ്? ആഡ്വേർബിയൽ ക്ലോസ് ഓഫ് കണ്ടീഷൻ ആണ് കേട്ടോ. നൗ ആഡ്വേർബിയൽ ക്ലോസ് ഓഫ് കൺസെഷൻ. ഓക്കെ, കൺസെഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇളവ് അനുവദിച്ചു കൊടുക്കുന്നത് അല്ലെ. കൺസെഷൻ കൊടുക്കുക. ഓക്കെ, ഒരു കോംപ്രമൈസ് ചെയ്യുന്ന അവസ്ഥ, ഇളവ് അനുവദിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇളവ് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന അവസരങ്ങൾ നോക്കിയാൽ മതി. ദോ, ഓൾ ദോ, ഇവൺ ദോ ഒക്കെ വരുന്ന കേസ് ആയിരിക്കും ഇത് മിക്കവാറും. കാരണം ഇങ്ങനെയാണെങ്കിലും അവൻ ഇന്നത് ചെയ്തു, അത് പറയുമ്പോഴാണല്ലോ നമ്മൾ ഇവൺ ദോ, ദോ, ഓൾ ദോ ഈ മൂന്ന് വാക്കുകൾ യൂസ് ചെയ്യുന്നത്. സോ നോക്കിയേ, ഓൾ ദോ ഹീസ് പുവർ ഹീസ് ഓണസ്റ്റ്. ഓക്കെ, അവൻ പുവർ ആണെങ്കിലും അവൻ ഓണസ്റ്റ് ആണ്. സോ അവൻ കട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, അത് പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കൺസെഷൻ. ഓക്കെ, ഇളവ് അനുവദിച്ചു കൊടുക്കുന്നത്. ഷീ സ്മൈൽഡ് ഈവൺ ദോ ഷി വാസ് ടയേർഡ്. ഓക്കെ, അവൾ ടയേർഡ് ആയിരുന്നെങ്കിലും അവള് ചിരിച്ചു. ഓക്കെ, കൺസെഷന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ആലോചിച്ച് വെച്ചാൽ മതി. ഓൾ ദോ, ഇവൺ ദോ, ദോ ഒക്കെ വരുവാണെങ്കിൽ ആഡ്വേർബ് ക്ലോസ് ഓഫ് കൺസെഷൻ ആണ് അവിടെ നിർബന്ധമായിട്ടും വരേണ്ടത്. ഇനി ലാസ്റ്റ് സെറ്റ് കേട്ടോ, ആഡ്വേർബ് ക്ലോസ് ഓഫ് കമ്പാരിസൺ. ഓക്കെ, അതായത് കമ്പയർ ചെയ്യപ്പെടുന്നുണ്ട് ബേസിക്കലി അവിടെയെങ്കിൽ, അതായത് ദാനോ അല്ലെങ്കിൽ ആസ് വെൽ ആസ് പോലെയുള്ള ആസ് സോ ആസ് തുടങ്ങിയിട്ടുള്ള വാക്കുകളെ ഉപയോഗിച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് വരേണ്ടത്? ആഡ്വേർബിയൽ ക്ലോസ് ഓഫ് കമ്പാരിസൺ. ആൻഡ് ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ക്ലോസ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. സബ്ജക്റ്റ് വെർബ് അവിടെ വരുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാം. തരുന്ന അണ്ടർലൈൻ ചെയ്ത് കിട്ടുന്ന പോർഷനിൽ സബ്ജക്റ്റ് വെർബ് വരുന്നുണ്ട് എന്നുള്ളത് എപ്പോഴും ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഫ്രേസ്, ഉണ്ടെങ്കിൽ ഇത് സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് വരുന്നുണ്ടെങ്കിൽ ക്ലോസ്, വരുന്നില്ലെങ്കിൽ ഫ്രേസ്. അതെപ്പോഴും മനസ്സിൽ വേണേ. നോ ആഡ്വേർബ് ക്ലോസ് ഓഫ് കമ്പാരിസൺ. ഇതിന്റെ എക്സാമ്പിൾസ് നോക്കിയേ. ഹി ഈസ് ടോളർ ദാൻ ഐ ആം. ഓക്കെ, അവിടെ നോക്കിയേ, ദാനിന് ശേഷം ഐ ആം സബ്ജക്റ്റും വെർബും വന്നിട്ടുണ്ട്. അപ്പൊ ഹി ഈസ് ടോളർ ദാൻ ഐ ആം. ഓക്കെ, ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റും വന്നിട്ടുണ്ട്, കമ്പാരിസണും വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് അത്? ആഡ്വേർബിയൽ ക്ലോസ് ഓഫ് കമ്പാരിസൺ. ഓക്കെ, നൗ ലാസ്റ്റ് വൺ, ആഡ്വേർബ് ക്ലോസ് ഓഫ് മാനർ. അതായത് നമ്മൾ വെർബിനോട് ഹൗ ചോദിക്കുമ്പം ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ കിട്ടുകയും ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന്റെ ഉള്ളിൽ സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ആഡ്വേർബ് ക്ലോസ് ഓഫ് മാനർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയേ, ഡു ഇറ്റ്, ഹൗ, എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആസ് ഐ ടോൾഡ് യു. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം. ഓക്കെ, ഡു ഇറ്റ്, ഹൗ. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? ആസ് ഐ ടോൾഡ് യു, ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ. ഹി ബിഹേവ്സ് ആസ് ഹി, ഓക്കെ, ആസ് ഇഫ് ഹി വേർ എ കിങ്. ഓക്കെ, ഹി ബിഹേവ്സ് ഹൗ, എങ്ങനെയാണ് അവൻ ബിഹേവ് ചെയ്യുന്നത്? അവനൊരു കിങ് ആയിരുന്നാൽ എങ്ങനെയുണ്ടാകുമോ അതുപോലെയാണ് അവൻ ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വെർബിനോട് ജസ്റ്റ് ഹൗ ചോദിക്കുമ്പോൾ അതിന് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ വരേണ്ടത് ആഡ്വേർബിയൽ ക്ലോസ് ഓഫ് മാനർ ആണ് കേട്ടോ. മാനർ. സോ ഇത്രയാണ് ബേസിക്കലി നമുക്ക് ക്ലോസുകൾ വരുന്നത്. ആൻഡ് ഈ ക്ലോസുകളെല്ലാം എന്താണ്? ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസിനെ നോക്കാം.
In the sentence, the house which was built a century ago still stands strong. The underlined clause is. Clause ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. ആൻഡ് അണ്ടർലൈൻ ക്ലോസ് എന്ത് ക്ലോസ് ആണ് എന്നാ ചോദിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം? The house which was built a century ago. ഇവിടെ തന്നിരിക്കുന്ന ഹൗസ് നൗൺ ആണ്. ഓക്കെ, അതായത് ഇവിടെ വെർബിലേക്ക് എത്തിയിട്ട് പോലും ഇല്ല, നൗണിൽ നിന്നാണല്ലേ നേരെ എക്സ്ട്രാ ഒരു ഇൻഫർമേഷൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് എന്തിനെയാ ക്വാളിഫൈ ചെയ്യുന്നത്? നൗണിനെ. ഓക്കെ, ദ ഹൗസ് എങ്ങനെയുള്ള ഹൗസ്? വിച്ച് വാസ് ബിൽറ്റ് എ സെഞ്ചുറി എഗോ, ഒരു സെഞ്ചുറിക്ക് മുൻപ് കൺസ്ട്രക്ട് ചെയ്ത ഹൗസ്. അപ്പോൾ ഇത് ഹൗസിനെയാണ് വിശേഷിപ്പിക്കുന്നത്. സോ ഇത് വരേണ്ടത് നിർബന്ധമായിട്ടും എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ആൻഡ് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്, ക്ലോസ് ആണ്. ആൻഡ് ക്ലോസ് എന്ന് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതെന്താണ്? അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. അല്ലെങ്കിൽ എന്താന്ന് നോക്കിയേ, വാസ് ആണ് ഇവിടെ വെർബ് വന്നിരിക്കുന്നത്, ഇതിന്റെ സബ്ജക്റ്റ് ഏതാണ്? ഹൗസ് ആണ്. ഓക്കെ, അപ്പൊ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഉണ്ട്. സോ adjective clause. Now second question, in the sentence, he continued working although the situation was difficult. The underlined clause is. വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും, കാരണം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. although, even though, though ഒക്കെ വരുവാണെങ്കിൽ അതെന്താണ്? അത് കൺസെഷന് വിധേയമായിട്ടുള്ള ആഡ്വേർബുകളാണ്. ഓക്കെ, although, even though, though വേറെ ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. although, even though, though ഒക്കെ വരുവാണെങ്കിൽ അത് കൺസെഷന് വിധേയമായിട്ടുള്ള ആഡ്വേർബുകളാണ്. സോ നോക്കിയേ, ദ സിറ്റുവേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇവിടെയുണ്ട്, വാസ് എന്ന് പറയുന്ന വെർബ് ഇവിടെയുണ്ട്. സബ്ജക്റ്റ് വെർബ്. ഓക്കെ, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് വന്നു. ആൻഡ് ഓൾദോ എന്താണ്? കൺസെഷനെ കാണിക്കുന്നതാണ്. സോ ആഡ്വേർബിയൽ ക്ലോസ് ഓഫ് കൺസെഷൻ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. In the sentence she explained how the error had occurred. The underlined clauses. Okay, അപ്പോൾ ഷീ എക്സ്പ്ലെയിൻഡ്. ഇത് കുറച്ച് പേർക്കെങ്കിലും ഒക്കെ മിസ്റ്റേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഹൗ ദ എറർ ഹാഡ് ഒക്കേർഡ് എന്നൊക്കെ കാണുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്തിലേക്ക് പോകാൻ തോന്നും? മാനർ, ഹൗ ഒക്കെ ചോദിക്കുന്നത്. ഓക്കെ, ഇതിലേക്ക് പോകാൻ തോന്നും. പക്ഷേ നോക്കാം, ഷീ എക്സ്പ്ലെയിൻഡ് ഹൗ. ഹൗ ആണിപ്പോൾ നമ്മൾ വെർബിനോട് ചോദിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പം എന്ത് വരും? ഷീ എക്സ്പ്ലെയിൻ ഹൗ. ഹൗ ദ എറർ ഹാഡ് ഒക്കേർഡ് അതാണോ? എങ്ങനെയാണ് അവള് എക്സ്പ്ലെയിൻ ചെയ്തത്? ഹൗ ദ എറർ ഹാഡ് ഒക്കേർഡ് അതാണോ അതിനുള്ള ആൻസർ? അല്ല അല്ലെ. ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ആൻസറിനുള്ള ക്വസ്റ്റ്യൻ എന്തായിരിക്കും വരിക? ആലോചിച്ച് നോക്കിയേ. ഷീ എക്സ്പ്ലെയിൻഡ് വാട്ട്? അവൾ എന്താ ചോദിച്ചത്? ഓക്കെ, അവൾ എന്താ ചോദിച്ചത്? ഹൗ ദ എറർ ഹാഡ് ഒക്കേർഡ്. ഓക്കെ, എങ്ങനെയാണ് എറർ ഒക്കേർ ചെയ്തത് എന്നാണ് അവൾ ചോദിച്ചത്. ഓക്കെ, ഹൗ ദ എറർ ഹാഡ് ഒക്കേർഡ്. അപ്പൊ എന്താ, അവൾ എന്താണ് ചോദിച്ചത് എന്നുള്ളതിന് ആൻസർ ആണ് അല്ലേ. സോ നമ്മൾ വെർബിനോട് വാട്ട് അല്ലെങ്കിൽ ഹൂം ചോദിക്കുന്ന ടൈമിൽ നമ്മൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ഒബ്ജക്റ്റ് ആയിരിക്കും എപ്പോഴും കേട്ടോ. ഓക്കെ, ഏത് വെർബിനോട് നമ്മൾ വാട്ട് അല്ലെങ്കിൽ ഹൂം ചോദിച്ചാലും നമുക്ക് കിട്ടുന്ന ആൻസർ എപ്പോഴും ഒബ്ജക്റ്റ് ആയിരിക്കും. ആൻഡ് ഒബ്ജക്റ്റ് എന്താണ്? എപ്പോഴും ഒരു നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ ആയിരിക്കും. ഓക്കെ, നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ ആയിരിക്കും എപ്പോഴും ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ ഹൗ ദ എറർ ഹാഡ് ഒക്കേർഡ് എന്ന് പറയുന്നത് പ്രൊനൗൺ ആണോ? അല്ല, നൗൺ ആണല്ലേ, നമുക്കറിയാം നൗൺ ആണ്. ആൻഡ് എറർ എന്ന് പറയുന്ന ഇവിടെ സബ്ജക്റ്റ് ആണ്, ഹാഡ് ഒക്കേർഡ് എന്ന് പറയുന്ന വെർബാണ്. സോ ഇത് എന്താണ്? നൗൺ ക്ലോസ് ആണ് കേട്ടോ, നൗൺ ക്ലോസ് ആണ്. ഹൗ ഒക്കെ കാണുമ്പോഴേക്ക് ഡയറക്ട്ലി എന്തിലേക്ക് പോകരുത്? ആഡ്വേർബ് ഓഫ് മാനറിലേക്ക് പോകരുത് കേട്ടോ. ആഡ്വേർബ് ഓഫ് മാനർ അല്ല. അതെന്താണ്? നമുക്ക് ആഡ്വേർബ് ഓഫ് മാനർ ആണ് എന്ന് തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യുക? ജസ്റ്റ് മാനർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ ചോദിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണല്ലേ. വെർബിനോടൊന്ന് ഹൗ ചോദിച്ച് നോക്ക്. ഓക്കെ, വെർബിനോട് ഹൗ ചോദിച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് ആൻസർ വരുന്നുണ്ടോ നോക്കാം. ഇല്ലെങ്കിൽ എന്തല്ലത്? ആഡ്വേർബ് ഓഫ് മാനർ അല്ല. ഓക്കെ, വെർബിനോട് വാട്ട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഒബ്ജക്റ്റ് ആണ് കിട്ടുന്നത് നിർബന്ധമായിട്ടും. വാട്ട് ചോദിക്കുമ്പോഴാണ് ഒരു ആൻസർ വരുന്നതെങ്കിൽ അത് നിർബന്ധമായിട്ടും ഒബ്ജക്റ്റ് ആണ്. ഇനി നമുക്ക് ജസ്റ്റ് പ്രൈമറി അനാലിസിസിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കാം കേട്ടോ. ഷീ സബ്ജക്റ്റ് ആണ്, എക്സ്പ്ലെയിൻഡ് വെർബാണ്, ഇതിന് ശേഷം വരേണ്ടത് എന്താണ്? ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇത്രയൊന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. ഷീ സബ്ജക്റ്റ് ആണ്, എക്സ്പ്ലെയിൻഡ് വെർബാണ്, ഇതിന് ശേഷം വരേണ്ടത് ഒബ്ജക്റ്റ് ആണ്. ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് വരാം? ആഡ്വേർബ് ഇതിനിടയിൽ വരാം, ഒബ്ജക്റ്റിനും വെർബിനും ഇടയിൽ ആഡ്വേർബ് വരാം, ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക. ഇത് പ്രൈമറി അനാലിസിസിന് വേണ്ടി മാത്രമാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? വെർബിനോടൊന്ന് വാട്ട് ചോദിച്ചു നോക്കുക.
ഓക്കെ, വെർബിനോട് വാട്ട് ചോദിക്കുന്ന സമയത്ത് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക, അല്ലെങ്കിൽ ഹൂം ചോദിച്ചു നോക്കുക, ചോദിക്കുന്ന സമയത്ത് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അതെന്താണ്? ഒബ്ജക്റ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ബാക്കി ആഡ്വേർബിന്, ഓക്കെ, ആഡ്വേർബിന് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ആഡ്വേർബിന് ആഡ്വേർബ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ വൈ ചോദിക്കാം. വൈ ചോദിക്കുമ്പോൾ ആഡ്വേർബ് ഓഫ് റീസൺ കിട്ടും. വെൻ ചോദിക്കാം, ആഡ്വേർബ് ഓഫ് ടൈം കിട്ടും. ഓക്കെ, വേറെ ചോദിക്കാം, ആഡ്വേർബ് ഓഫ് പ്ലേസ് കിട്ടും. ഓക്കെ, ദെൻ ഹൗ ചോദിക്കാം, ആഡ്വേർബ് ഓഫ് മാനർ കിട്ടും. ഹൗ മച്ച് ചോദിക്കാം, ആഡ്വേർബ് ഓഫ് ഡിഗ്രിക്ക് വേണ്ടിയിട്ട്, ആഡ്വേർബ് ഓഫ് ഡിഗ്രിക്ക് വേണ്ടിയിട്ട്. ഇനി ഹൗ ഓഫൺ ചോദിക്കാം, ആഡ്വേർബ് ഓഫ് ഫ്രീക്വൻസിക്ക് വേണ്ടിയിട്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം കേട്ടോ. ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ ആ ആൻസർ എന്തായിരിക്കും? നിർബന്ധമായിട്ടും ആഡ്വേർബ് ആയിരിക്കും. ഓക്കെ, നൗ in the sentence, this is the reason why the project was delayed. The underlined clauses, okay, this is the reason why the project was delayed. നമ്മൾ ഈ പറഞ്ഞ പ്രൈമറി അനാലിസിസ് വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. ദിസ് എന്താണ്? ഇവിടെ സബ്ജക്റ്റ് ആണ്. ഈസ് എന്താണ്? വെർബാണ്. ദ റീസൺ എന്താണ്? ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇനി ശരിക്കും ഒബ്ജക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇത് സബ്ജക്ട് കോംപ്ലിമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സബ്ജക്ട് കോംപ്ലിമെന്റ് ആണ്. എനിവേ നമുക്ക് ഒബ്ജക്റ്റ് എന്ന് എടുത്താൽ പോലും, ഓക്കെ, ഇപ്പൊ ഒബ്ജക്റ്റ് എന്ന് എടുത്തു എന്ന് വിചാരിക്കും. ഒബ്ജക്റ്റ് എന്ന് എടുത്താൽ പോലും എന്താണ്? ഈ വൈ ദ പ്രൊജക്ട് വാസ് ഡിലേഡ് എന്ന് പറയുന്നത് എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നതെന്ന് ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ വൈ ദ പ്രൊജക്ട് വാസ് ഡിലേഡ്. ഓക്കെ, ഈ പ്രൊജക്ട് ഡിലേ ചെയ്യപ്പെട്ടതിനുള്ള റീസൺ. ഓക്കെ, ബേസിക്കലി എന്താണ്? ദ റീസൺ ഫോർ ദ പ്രൊജക്ട്. ഓക്കെ, വൈ ദ പ്രൊജക്ട് വാസ് ഡിലേഡ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ പ്രൊജക്ട് ഡിലേ ചെയ്യപ്പെട്ടതിനുള്ള റീസൺ? അപ്പൊ ഇത് കംപ്ലീറ്റ്ലി എത്തുന്നത് എന്തിലേക്കാണ്? റീസണിലേക്കാണ്. എന്ന് വെച്ചാൽ ഈ പ്രൊജക്ട് ഡിലേ ചെയ്യപ്പെട്ടതിനുള്ള റീസൺ എന്ന് പറയുന്നത് റീസണെ ക്വാളിഫൈ ചെയ്യുന്നതാണ് അല്ലെ. റീസണെ ക്വാളിഫൈ ചെയ്യുന്നതാണ് പ്രൊജക്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഡിലേ ചെയ്യപ്പെട്ടതിനുള്ള റീസൺ എന്ന് പറയുമ്പോൾ ആ റീസണിനെയാണ് ഈ പറഞ്ഞ ബാക്കിയുള്ള വാക്കുകൾ മുഴുവനും ക്വാളിഫൈ ചെയ്യുന്നത് അല്ലെ. അപ്പം ആ റീസണിനെ ക്വാളിഫൈ ചെയ്യുന്ന വേർഡ്സ് ആണ് വൈ ദ പ്രൊജക്ട് വാസ് ഡിലേഡ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പം ഇതെന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, എന്ന് പറയുമ്പോൾ ഇതെന്താണ്? അഡ്ജക്റ്റീവ് ആണ്. സോ അഡ്ജക്റ്റീവ് ആണ്. ആൻഡ് അഗെയിൻ ഇവിടെ എന്താണ് വരുന്നത്? ക്ലോസ് ആണ് വരുന്നത്. പ്രൊജക്റ്റ് ഉണ്ട്. പ്രൊജക്റ്റ് എന്ന് പറയുന്ന സബ്ജക്ട്, വാസ് ഡിലേഡ് എന്ന് പറയുന്ന വെർബ് വന്നു. ഓക്കെ, അപ്പൊ സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് അവിടെ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയുമ്പോൾ ഇതെന്താണ്? അഡ്ജക്റ്റീവ് ക്ലോസ് ആണ് കേട്ടോ. അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. Now, fifth question. In the sentence, you will succeed if you remain consistent. Okay. If നമ്മൾ പഠിച്ചതാണ്. If clause എപ്പോഴും എന്താണ്? Adverb of condition. Ifനെ കണ്ടു കഴിഞ്ഞാൽ വേറെ ഒന്നിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതെന്താണ്? Adverb of condition കേട്ടോ. Adverb clause of condition. In the sentence, what matters most is that he never gave up. Okay. ഇവിടെ നോക്കിയേ, ഇവിടുത്തെ വെർബ് ഏതാന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്തേ. What matters most is that he never gave up. ഇവിടുത്തെ വെർബ് ഏതാണ്? ഈസ് ആണ് അല്ലേ. ഓക്കെ, ഇവിടുത്തെ വെർബ് ഈസ് ആണ്. കാരണം അവൻ അല്ലെങ്കിൽ ഏറ്റവും അധികം മാറ്റർ ചെയ്യപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, അവൻ ഗിവ് അപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നോക്കിയേ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ എന്ന് പറയുന്ന ആ സ്റ്റേറ്റിനെ കാണിക്കുന്ന ഈസ് ആണ് ഇവിടുത്തെ വെർബ്. ഈസ് ഇവിടുത്തെ വെർബാണെങ്കിൽ അതിന് ഫ്രണ്ടിലുള്ളത് എന്തായിരിക്കും? നിർബന്ധമായിട്ടും സബ്ജക്റ്റ് ആയിരിക്കും. അപ്പം ഇതിന് ശേഷമുള്ളത് എന്തായിരിക്കും? ഒബ്ജക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സബ്ജക്ട് കോംപ്ലിമെന്റ് ആയിരിക്കാം. ആൻഡ് സബ്ജക്ട് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും എന്താണ്? നൗൺ ആണ്. ഓക്കെ, സബ്ജക്ട് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും നൗൺ ആണ്. അപ്പൊ ദാറ്റ് ഹി നെവർ ഗേവ് അപ്പ് എന്ന് പറയുന്നത് എന്താണ്? നൗൺ ക്ലോസ് ആണ്. സിമ്പിൾ. ഓക്കെ, ഇത്ര പരിപാടിയേ ഉള്ളൂ. എന്ത് നോക്കിയാൽ മതി? വെർബ് ഏതാ നോക്കുക. ഓക്കെ, വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ്, അവൻ അല്ലെങ്കിൽ ഏറ്റവും അധികം മാറ്റർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ. ഓക്കെ, ഇനി വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊരു സെന്റൻസ് തരുന്ന സമയത്ത് അതിനകത്ത് ഈസോ ആമോ ആറോ ING ഫോമിന്റെ കൂടെ അല്ല, തന്നെയാണ് നിൽക്കുന്നതെന്ന് കാണുവാണെങ്കിൽ മിക്കവാറും ആ സെന്റൻസിലെ മെയിൻ വേർബ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആ ഈസോ ആമോ ആറോ ഒക്കെ ആയിരിക്കും. ഓക്കെ, അതായത് ING ഫോമിന്റെ കൂടെ അല്ല നിൽക്കുന്നതെങ്കിൽ അത് അവിടുത്തെ മെയിൻ വേർബ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്.
അപ്പൊ ഇത് മെയിൻ വേർബ് ആയിട്ട് ആക്ട് ചെയ്യുന്നെങ്കിൽ ഇതിന് ഫ്രണ്ടിലുള്ള എന്താണ്? ഡെഫിനറ്റ്ലി സബ്ജക്റ്റ് ആണ്. ഇതിന് ശേഷമുള്ളത് എന്താണ്? ഈസിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആഡ്വേർബ് വരില്ലല്ലോ. അപ്പൊ അതിന് ശേഷമുള്ള എന്താണ്? ഒന്നെങ്കിൽ ഒബ്ജക്റ്റ് ആകാം, അല്ലെങ്കിൽ സബ്ജക്ട് കോംപ്ലിമെന്റ് ആകാം. എനിവേ നൗൺ ആണത്. ഓക്കെ, അപ്പൊ നൗൺ ആണ്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയതുകൊണ്ട് എന്താണ്? ഇത് ക്ലോസ് ആകാം അല്ലെങ്കിൽ ഫ്രേസ് ആകാം. അപ്പൊ ഹീ ഉണ്ട്, ഗിവ് അപ്പ് ഉണ്ട്, സബ്ജക്റ്റ് വെർബ് വന്നു, ഇതെന്താണ്? ക്ലോസ് ആണ്. ഓക്കെ, ക്ലോസ് ആണ്, നൗൺ ക്ലോസ് ആണ്. ഞാൻ ചോദിക്കട്ടെ, വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ് ആയിരുന്നെങ്കിലോ? ഏറ്റവും അധികം മാറ്റർ ചെയ്യപ്പെടുന്ന കാര്യം അതെന്താണ്? നൗൺ ആണല്ലേ. ഈസ് എന്ന് പറയുന്ന വെർബിന് ഫ്രണ്ടിൽ വരുന്ന പോർഷൻ സബ്ജക്റ്റ് ആണെങ്കിൽ സബ്ജക്റ്റ് എപ്പോഴും എന്താണ്? നൗൺ ആണ്. ഓക്കെ, അപ്പം ഇതെന്താണ്? നൗൺ ക്ലോസ് ആണ് കേട്ടോ, നൗൺ ക്ലോസ് ആണ്. നെക്സ്റ്റ് വൺ, ഇൻ ദ സെന്റൻസ് the students who were selected for the final round must report tomorrow. Okay, അപ്പം the students who were selected for the final round must report tomorrow. ഇതിൽ who were selected for the final round ആണ് നമുക്ക് തന്നിരിക്കുന്ന ക്ലോസ്. നോക്കിയേ, who were selected. Okay, selected for the final round. ഫൈനൽ റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട സ്റ്റുഡൻസ്. ഫുള്ള് ക്വാളിഫൈ ചെയ്യുന്നത് സ്റ്റുഡൻസിനെ ആണല്ലേ. ഫൈനൽ റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യപ്പെട്ട സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റുഡൻസിനെ ക്വാളിഫൈ ചെയ്യുന്ന വാക്കാണ്. അപ്പൊ ഇതെന്ത് വരണം? അഡ്ജക്റ്റീവ് ആകണം. ഓക്കെ, അഡ്ജക്റ്റീവ് ആകണം. അപ്പൊ ഇതെന്താ? അഡ്ജക്റ്റീവ് ക്ലോസ് ആണ് അല്ലേ, അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. ആൻഡ് ഈ അഡ്ജക്റ്റീവ് ക്ലോസ് റിലേറ്റീവ് പ്രൊനൗൺ വെച്ചിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് റിലേറ്റീവ് ക്ലോസ് എന്നും കൂടെ അറിയപ്പെടും കേട്ടോ. ഇൻ കേസ് എക്സാമിന് റിലേറ്റീവ് ക്ലോസ് കാണുവാണെങ്കിൽ അങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട. റിലേറ്റീവ് ക്ലോസ് എന്നുകൂടെ അത് അറിയപ്പെടും. Now 8th one, he left the office early because he was feeling unwell. Because ആണല്ലേ വന്നത്. He left the office. Why? എന്തുകൊണ്ടാ? Because എന്ന് പറയുന്നത് എന്താണ്? കാരണം പറയുന്നതാണ് അല്ലേ. അപ്പൊ കാരണം എന്തിലായിരിക്കും പറയുന്നത്? റീസൺ ആണല്ലേ, റീസൺ. ഓക്കെ, അപ്പം എന്ത് വരും? adverb clause of reason വരണം. Okay, he left the office early. Left, why he left? Okay, അപ്പൊ എന്താണ്? Because he was feeling unwell. Whyക്കുള്ള ആൻസർ കിട്ടിയാൽ അതെന്താണ്? adverb of reason ആണ് അല്ലേ. നമ്മൾ നേരത്തെ കണ്ടു, കുറച്ച് സെറ്റ് ഓഫ് വേർഡ്സ് നമ്മൾ പറഞ്ഞില്ലേ, why, when, where. ഓക്കെ, അപ്പൊ എന്താണ്? വൈക്കുള്ള ആൻസർ കിട്ടിയാൽ എന്താണ്? adverb of reason ആണ് കേട്ടോ, adverb of reason. Now 9th question, in the sentence I do not know why he reacted so angrily. നമ്മൾ നേരത്തെ നടത്തിയ പോലെ ഒരു പ്രൈമറി അനാലിസിസ് ഒക്കെ നടത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, ഡു നോട്ട് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വേർബ് ആണ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ് ആണ്, നോ എന്ന് പറയുന്നത് വെർബാണ്. അപ്പോൾ വൈ ഹി റിയാക്റ്റഡ് സോ ആംഗ്രിലി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒബ്ജക്റ്റ് ആയിരിക്കും അല്ലേ. ഓക്കെ, അത് പ്രൈമറി അനാലിസിസ് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഉറപ്പിക്കണം. ഓക്കെ, അപ്പം ഐ ഡു നോട്ട് നോ വാട്ട്, എനിക്ക് എന്തറിയില്ലായിരുന്നു. ആ ഒബ്ജക്റ്റ് ആണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള മാർഗമാണ് എന്ത്? വോട്ട് ചോദിക്കുന്നത്. ഓക്കെ, വോട്ട് ചോദിച്ചു, ഐ ഡോണ്ട് നോ വാട്ട് ഐ ഡോണ്ട് നോ. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? ആൻസർ എന്ത് കിട്ടി? വൈ ഹി റിയാക്റ്റഡ് സോ ആംഗ്രിലി എന്ന് കിട്ടി. അങ്ങനെ എന്തുകൊണ്ടാണ് അത്രയും ദേഷ്യപ്പെട്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നോയോട് നമ്മൾ വോട്ട് ചോദിച്ചാൽ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട് അല്ലേ എന്ന് പറയുമ്പോൾ ഇതെന്താണ്? ഇത് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് എപ്പോഴും എന്താണ്? നൗൺ ആണ്. നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ ആണ്. ഇവിടെ പ്രൊനൗൺ വരുവോ? ഇല്ല, അത് നൗൺ ആണ്. സോ ഇവിടെ എന്ത് വരും? ആൻസർ നൗൺ ക്ലോസ് ആണ്. ഓക്കെ, ഈ നൗൺ ക്ലോസ് ഒക്കെ കടന്നു വരുന്നത് നമ്മൾ പലയിടത്തും ഓക്കെ വൈ കാണുമ്പോൾ ഇത് റീസൺ ആണോ എന്ന് വിചാരിക്കും, ഹൗ കാണുമ്പോൾ അത് മാനർ ആണോ എന്ന് വിചാരിക്കും. മാനർ ആണോ? അല്ല കേട്ടോ. ജസ്റ്റ് വോട്ട് ചോദിച്ചു നോക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് പ്രൈമറിലി ഇങ്ങനെ അനലൈസ് ചെയ്ത് നോക്കുക. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് വെച്ചിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ വെർബിനോട് പറഞ്ഞു തന്ന ആ ക്വസ്റ്റ്യൻ വേർഡുകളില്ലേ, ആ ഓരോ ക്വസ്റ്റ്യൻ വേർഡും ചോദിച്ചു നോക്കുക. വാട്ടോ ഹൂമോ ചോദിച്ചാൽ ആൻസർ കിട്ടുവാണെങ്കിൽ ആ കിട്ടുന്ന ആൻസർ നിർബന്ധമായിട്ടും എന്താണ്? ഒബ്ജക്റ്റ് ആണ്, അത് നൗൺ ആണ്. Now, okay, 10th question. In the sentence, she finally achieved success, which she had worked for years to attain, the underlined clauses. Okay, appo she finally achieved success, which she had worked for years to attain. First ഒന്ന് primary analyze ചെയ്തു നോക്കാം അല്ലേ. അപ്പൊ she എന്ന് പറയുന്നത് സബ്ജക്റ്റ്, ഫൈനലി എന്ന് പറയുന്നത് adverb ആണ്, achieved എന്ന് പറയുന്നത് verb ആണ്, success എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ noun ആണ്. ഇനി which she had worked
for years to attain. ഇവിടെ പറയുന്നത് നോക്കിയേ, ഇവിടെ അച്ചീവ്ഡ് എന്ന് പറയുന്നതിനെയാണോ ഈ വിച്ച് ഷീ ഹാഡ് വർക്ക്ഡ് ഫോർ ഇയേഴ്സ് ടു അറ്റൈൻ എന്ന് പറയുന്നത് വിശേഷിപ്പിക്കുന്നത്? അച്ചീവ്ഡ് വിച്ച് ഷീ ഹാഡ് വർക്ക്ഡ് ആണോ? അല്ല. എന്തിനാ അത് വിശേഷിപ്പിക്കുന്നത്? സക്സസിനെയാണ് അല്ലെ. അവൾ വർഷങ്ങളായിട്ട് ഹാർഡ് വർക്ക് ചെയ്തോണ്ട്, കിട്ടാനായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സക്സസ്. ഓക്കെ, അങ്ങനെയല്ലേ അത് വരുന്നത്? അവൾ വർഷങ്ങളായിട്ട് അവൾക്ക് കിട്ടാനായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സക്സസ്. അപ്പൊ ആ പറയുന്ന ഈ വാക്കുകൾ മുഴുവനും എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത്? സക്സസിനെയാണ് വിശേഷിപ്പിക്കുന്നത്. സക്സസ് നൗൺ ആണെങ്കിൽ ഇതെന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ഇതെന്ത് വരും? അഡ്ജക്റ്റീവ് ക്ലോസ്. സിമ്പിൾ. ഓക്കെ, അഡ്ജക്റ്റീവ് ക്ലോസ് ആയിരിക്കും. നൗ ഓക്കെ, ഇവിടെ തൊട്ട് നമുക്ക് ഫ്രേസും ക്ലോസും ഇട്ട് ചെറിയൊരു കൺഫ്യൂഷൻ ഓക്കെ ഉണ്ടാക്കിക്കൊണ്ട് ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്ന കേട്ടോ. ഹി ബിഹേവ്ഡ് ലൈക്ക് എ ജെന്റിൽ മാൻ ഇൻ ദ മീറ്റിംഗ്. ഹി ബിഹേവ്ഡ് ലൈക്ക് എ ജെന്റിൽ മാൻ ഇൻ ദ മീറ്റിംഗ്. ക്ലോസ് ആണോ ഫ്രേസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉറപ്പിക്കാനുള്ള കാര്യമാണ് കേട്ടോ ഇവിടെ നമ്മൾ നോക്കുന്നത്. ഹി ബിഹേവ്ഡ് ലൈക്ക് എ ജെന്റിൽ മാൻ ഇൻ ദ മീറ്റിംഗ്. അപ്പൊ നോക്കിയേ, ഹി ബിഹേവ്ഡ് ഹൗ. ഓക്കെ, ഹൗ ഹി ബിഹേവ്ഡ് ലൈക്ക് എ ജെന്റിൽമാൻ. ആൻസർ കിട്ടിയല്ലേ? ഹൗ ഹി ബിഹേവ്ഡ് ലൈക്ക് എ ജെന്റിൽമാൻ. ബിഹേവ്ഡിനോട് ഹൗ ചോദിച്ചപ്പോൾ നമുക്ക് ആൻസർ കിട്ടി എന്ന് പറയുമ്പോൾ ഇതെന്താണ്? ആഡ്വേർബ് ഓഫ് മാനർ. ആഡ്വേർബ് ഓഫ് മാനർ ആണ്. ഓക്കെ, ഇനി ആഡ്വേർബ് ഓഫ് മാനർ ആണ്. ആഡ്വേർബ് ക്ലോസ് ആണോ ആഡ്വേർബ് ഫ്രേസ് ആണോ എന്നുള്ളത് ഇനി കണ്ടുപിടിക്കണം. ഓക്കെ, നോക്കിയേ, ലൈക്ക് എ ജെന്റിൽമാൻ. ലൈക്ക് എ ജെന്റിൽമാൻ്റെ ഉള്ളില് സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് ഉണ്ടോ? എ ജെന്റിൽമാൻ എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് ആണ്. ഇതിന് വെർബ് ഉണ്ടോ? ഇല്ല അല്ലെ. എന്ന് പറയുമ്പോൾ സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് അവിടെ ഇല്ല. ഇതെന്തല്ല? ക്ലോസ് അല്ല, ഫ്രേസ് ആണ്. ആഡ്വേർബിയൽ ഫ്രേസ് ആണ് കേട്ടോ ഇത്. ആഡ്വേർബിയൽ ക്ലോസ് അല്ല, ആഡ്വേർബിയൽ ഫ്രേസ് ആണ്. നെക്സ്റ്റ് വൺ നോക്കിയേ, ഷീ ഈസ് കോൺഫിഡന്റ് ഓഫ് വാട്ട് ഷീ ക്യാൻ അച്ചീവ്. ഷീ ഈസ് കോൺഫിഡന്റ് ഓഫ് വാട്ട് ഷീ ക്യാൻ അച്ചീവ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താം. കാരണം ഓഫ് എന്ന് പറയുന്നത് പ്രപ്പസിഷൻ അല്ലേ. പ്രപ്പസിഷന് ശേഷം നിർബന്ധമായിട്ടും എന്തേ വരാൻ പാടുള്ളൂ? നൗണേ വരാൻ പാടുള്ളൂ അല്ലേ. പ്രപ്പസിഷൻ ഓഫ് എന്ന് പറയുന്നത് പ്രപ്പസിഷൻ ആണ്. പ്രപ്പസിഷനെ ഫോളോ ചെയ്ത് നിർബന്ധമായിട്ടും എന്തേ വരാൻ പാടുള്ളൂ? നൗണേ വരാൻ പാടുള്ളൂ അല്ലെ. പ്രപ്പസിഷനെ ഫോളോ ചെയ്ത് നൗൺ മാത്രമേ വരാൻ പാടുള്ളൂ. സോ ഇതെന്തായിരിക്കും? നൗൺ ആയിരിക്കും. ഓക്കെ, നൗൺ ആയിരിക്കും. ഇനി നൗൺ ഫ്രേസ് ആണോ നൗൺ ക്ലോസ് ആണോ? രണ്ടും ഉണ്ട് ഇവിടെ. വാട്ട് ഷീ ക്യാൻ അച്ചീവ്. ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റിന് ക്യാൻ അച്ചീവ് എന്ന് പറയുന്ന വെർബ് ഇവിടെ ഉണ്ട്. സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് വന്നു. സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ്? ക്ലോസ് ആണ്. സോ ഇതെന്താണ്? നൗൺ ക്ലോസ് ആണ്. ഓക്കെ, നൗൺ ക്ലോസ് ആണ്. ഷീ ഈസ് കോൺഫിഡന്റ് ഓഫ് ഹർ സക്സസ്. നോക്കിയേ, അഗെയിൻ ഓഫിന് ശേഷമാണ് ഹെർ സക്സസ് വന്നിരിക്കുന്നത്. ഓഫ് പ്രപ്പസിഷൻ ആണെങ്കിൽ പ്രപ്പസിഷനെ ഫോളോ ചെയ്തിട്ടായിരിക്കും എന്ത് വരുന്നത്, അല്ലെങ്കിൽ പ്രപ്പസിഷനെ ഫോളോ ചെയ്തിട്ട് എന്തേ വരുള്ളൂ? നൗണേ വരുള്ളൂ. അങ്ങനെ നോക്കുവാണെങ്കിൽ ഹെർ സക്സസ് എന്താണ്? നൗൺ ആണല്ലേ. ഇനി നൗൺ ഫ്രേസ് ആണോ നൗൺ ക്ലോസ് ആണോ? സക്സസ് ആണ് ഇവിടുത്തെ നൗൺ എന്ന് പറയുന്നത്. ഹെർ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. എന്ത് അഡ്ജക്റ്റീവാ? പൊസസീവ് അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. പൊസസീവ് അഡ്ജക്റ്റീവ്. ഓക്കെ, ആ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ പൊസസീവ് അഡ്ജക്റ്റീവ് നൗണേ ഉള്ളൂ. സബ്ജക്റ്റിന് അനുസരിച്ചിട്ടുള്ള വെർബ് ഉണ്ടോ അവിടെ? ഇല്ല. സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് അവിടെ ഇല്ലെങ്കിൽ അതെന്താണ്? ക്ലോസ് അല്ല, ഫ്രേസ് ആണ്. ഓക്കെ, ക്ലോസ് അല്ല, ഫ്രേസ് ആണ്. Now, the man who is in the black coat is a police officer. The man who is in the black coat is a police officer. ഇവിടെ who is in the black coat അല്ലേ വന്നത്? ഓക്കെ, who is in the black coat. ഓക്കെ, കറുത്ത കോട്ട് വിട്ട് നിൽക്കുന്ന മനുഷ്യൻ. അപ്പൊ ബെറ്റർ ഇതിന്റെ ആൻസർ എന്തേ വരുള്ളൂ? അഡ്ജക്റ്റീവേ വരുള്ളൂ. കാരണം എന്താണ്? കറുത്ത കോട്ടിട്ട് നിൽക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്ന മുഴുവൻ എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത്? മനുഷ്യനെയാണല്ലേ വിശേഷിപ്പിക്കുന്നത്, മാനിനെയാണ് വിശേഷിപ്പിക്കുന്നത്. സോ അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ഇനി അഡ്ജക്റ്റീവ് ഫ്രേസ് ആണോ ക്ലോസ് ആണോ? ആലോചിച്ച് നോക്കിയേ. ഹൂ ആണ് വന്നിരിക്കുന്നത്. ഹൂന് ഫോളോ ചെയ്തിട്ട് ഈസ് എന്ന് പറയുന്ന വെർബ് ഉണ്ട്. അപ്പൊ ഇതിന്റെ സബ്ജക്ട് എവിടെയാ ഉള്ളത്? ദ മാൻ. ഓക്കെ, ദ മാൻ എന്ന് പറയുന്ന ഓട്ടോമാറ്റിക്കലി ഇതിൽ സബ്ജക്റ്റിലേക്ക് വരും. ഇപ്പൊ സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് കിട്ടി. ഇത് റിലേറ്റീവ് പ്രൊനൗണുകൾക്ക് മാത്രമുള്ള സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ. ഓക്കെ, റിലേറ്റീവ് പ്രൊനൗണുകൾക്ക് മാത്രമുള്ള സ്പെഷ്യാലിറ്റി ആണ്. അതതിന് തൊട്ട് മുന്നിലുള്ളതിനെ ആയിരിക്കും സബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, എപ്പോഴും കേട്ടോ, എപ്പോഴും തൊട്ട് മുന്നിലുള്ളതിനെ ആയിരിക്കും സബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് വന്നു. അപ്പൊ സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് വന്നു, അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ ഈ സാധനം എന്താണ്? അഡ്ജക്റ്റീവ്
ക്ലോസ്. അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. Now, 15th question. The man in the black coat is a police officer. ആ ഒരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സെയിം എക്സാമ്പിൾ തന്നെ എടുത്തത്. The man in the black coat is a police officer. നോക്കിയേ, ബ്ലാക്ക് കോട്ടിൽ നിൽക്കുന്ന മനുഷ്യൻ. ഇൻ ദ ബ്ലാക്ക് കോട്ട് എന്താണ്? അഗെയിൻ അഡ്ജക്റ്റീവ് ആണ് അല്ലേ? ഓക്കെ, അഡ്ജക്റ്റീവ് ആണ്. ഇനി ഇൻ ദ ബ്ലാക്ക് കോട്ടിൽ ബ്ലാക്ക് കോട്ട് എന്താണ്? സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റിനനുസരിച്ച് ഇവിടെ വെർബ് ഉണ്ടോ? ഇല്ല അല്ലേ? സബ്ജക്റ്റ് മാത്രം അവിടെ ഉള്ളൂ. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഇല്ല. അഡ്ജക്റ്റീവ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അത് എന്താണ്? അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ് കേട്ടോ. അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഇതിനുള്ളിൽ ഉണ്ടാവരുത്. ഈ തന്നിരിക്കുന്ന അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പോർഷന്റെ ഉള്ളിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഇൻ ദ ബ്ലാക്ക് കോട്ട് എന്ന് പറയുന്നതിൽ പ്രപ്പോസിഷൻ ഉണ്ട്, ആർട്ടിക്കിൾ ഉണ്ട്, ബ്ലാക്ക് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ഉണ്ട്, കോട്ട് എന്ന് പറയുന്ന നൗൺ ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ വെർബ് ഉണ്ടോ? ഇല്ല. Now 16th one. He left the meeting after the discussion ended. നോക്കിയേ, after the discussion ended. He left the meeting when? ലെഫ്റ്റിനോടൊന്ന് when ചോദിച്ചു നോക്കിയേ. എപ്പോഴാണ് മീറ്റിംഗ് മീറ്റിംഗ് ലെഫ്റ്റ് ചെയ്തത്? ആഫ്റ്റർ ദ ഡിസ്കഷൻ എൻഡഡ്. ഡിസ്കഷൻ എൻഡ് ചെയ്തപ്പം മീറ്റിംഗ് ലെഫ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ എന്താണ്? വെന്നിന് ആൻസർ കിട്ടി. സാധനം എന്താണ്? ആഡ്വേർബ് ഓഫ് ടൈം ആണ്. ഇനി ആഡ്വേർബ് ക്ലോസ് ഓഫ് ടൈം ആണോ ആഡ്വേർബ് ഫ്രേസ് ഓഫ് ടൈം ആണോ നോക്കണം. അപ്പൊ ആഫ്റ്റർ ദ ഡിസ്കഷൻ എൻഡഡിന്റെ ഉള്ളില് സബ്ജക്റ്റും വെർബും ഉണ്ടോ നോക്കുക. അപ്പൊ ആഫ്റ്റർ പ്രപ്പോസിഷൻ ആണ്, ദ ആർട്ടിക്കിൾ, ഡിസ്കഷൻ നൗണ്, എൻഡഡ് വെർബ്. അപ്പൊ നോക്കിയേ, ഡിസ്കഷൻ അനുസരിച്ച് എൻഡഡ് എന്ന് പറയുന്ന വെർബ് ഉണ്ട്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് കിട്ടി. ഓക്കെ, നൗൺ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്താ കേട്ടോ. നൗണിനോട് വെർബ് എഗ്രി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ തന്നിരിക്കുന്ന പോർഷന്റെ ഉള്ളിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഉണ്ട്. ആൻഡ് ഇത് ആഡ്വേർബ് ഓഫ് ടൈം ആണ് എന്ന് നമ്മൾ കണ്ടെത്തുകയും ചെയ്തു. അപ്പൊ നോക്കിയാൽ മതി, ആഡ്വേർബിയൽ ഫ്രേസ് ഓഫ് ടൈം ആണോ? അല്ല, ആഡ്വേർബിയൽ ക്ലോസ് ഓഫ് ടൈം കേട്ടോ. ആഡ്വേർബിയൽ ക്ലോസ് ഓഫ് ടൈം. Now 17. He left the meeting after the discussion. നോക്കിയേ, നമ്മൾ നേരത്തെ എടുത്തതിന്റെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ ഈ എക്സാമ്പിൾസ് ഒക്കെ. ഫ്രേസും ക്ലോസും ആയിട്ട് ആ ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടി കേട്ടോ എടുത്തേ. ഹി ലെഫ്റ്റ് ദ മീറ്റിംഗ് വെൻ? എപ്പോഴാണോ മീറ്റിംഗ് ലെഫ്റ്റ് ചെയ്തത്? ആഫ്റ്റർ ദ ഡിസ്കഷൻ. ഡിസ്കഷന് ശേഷം. അപ്പൊ ആഫ്റ്റർ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ, ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ, ഡിസ്കഷൻ എന്ന് പറയുന്ന നൗണ്. ഇതിനുള്ളിൽ വെർബ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത പോർഷന്റെ ഉള്ളിൽ എന്തില്ല? വെർബില്ല. എന്ന് പറയുമ്പോൾ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഉണ്ടോ? ഇല്ല. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഇല്ല. അപ്പം എന്താണ്? സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഫ്രേസ് ആണ്. ആൻഡ് വെർബിനോട് വെൻ ചോദിച്ചപ്പോഴാണ് കിട്ടിയ. അപ്പൊ അതെന്താണ്? ആഡ്വേർബ് ഓഫ് ടൈം ആണ്. അപ്പൊ ആഡ്വേർബിയൽ ഫ്രേസ് ഓഫ് ടൈം. ഓക്കെ, ആഡ്വേർബിയൽ ഫ്രേസ് ഓഫ് ടൈം. നൗ 18th one. I clearly remember what he said that day. I clearly remember what he said that day. അപ്പൊ നമ്മൾ പ്രൈമറി അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, ക്ലിയർലി എന്ന് പറയുന്നത് ആഡ്വേർബ് ആണ്, റിമെമ്പർ എന്ന് പറയുന്നത് വെർബ് ആണെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് വരേണ്ടത് എന്താണ്? ഒബ്ജക്റ്റ് ആണ് അല്ലേ? ഇനി ഇത് ഒബ്ജക്റ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചോദിച്ചു നോക്കണം? റിമെമ്പറിനോട് വോട്ട് ചോദിച്ചു നോക്കാം, അല്ലെങ്കിൽ ഹൂം ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വോട്ട് ചോദിച്ചു നോക്കാം. ഐ ക്ലിയർലി റിമെമ്പർ വോട്ട്. എന്താണ് ഞാൻ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുന്നത്? വാട്ട് ഹി സെഡ് ദാറ്റ് ഡേ. അവൻ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് ഓർത്തിരിപ്പുണ്ട് അല്ലേ? അപ്പം വോട്ടിനുള്ള ആൻസർ കിട്ടി. ഓക്കെ, ഐ ക്ലിയർലി റിമെമ്പർ വാട്ട് ഹി സെഡ് ദാറ്റ് ഡേ. അവൻ എന്താണ് അന്ന് പറഞ്ഞതെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് ഓർത്തിരിപ്പുണ്ട്. അപ്പൊ ഇതെന്താ സാധനം? ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് അതായത് വോട്ടും ഹോമും ചോദിച്ചാൽ നിർബന്ധമായിട്ട് എന്തേ കിട്ടുള്ളൂ? ഒബ്ജക്റ്റേ കിട്ടുള്ളൂ കേട്ടോ. ആൻഡ് ഒബ്ജക്റ്റ് ഇവിടെ എന്തായിരിക്കും? നൗൺ ആയിരിക്കും. ഇനി നൗൺ ഫ്രേസ് ആണോ നൗൺ ക്ലോസ് ആണോ? നമുക്കിവിടെ നൗൺ ഫ്രേസും ഉണ്ട്, നൗൺ ക്ലോസും ഉണ്ട്. നോക്കിയേ, ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ്, സെഡ് എന്ന് പറയുന്ന വെർബ്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നൗൺ ക്ലോസ് ആണ്. ഓക്കെ, നൗൺ ക്ലോസ് ആണ്. അതിൻ്റെ ഉള്ളില് ഇന്ന പോർഷൻ ഇല്ല കേട്ടോ. എവിടെയെങ്കിലും ഒരു സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഉണ്ടായി കിട്ടിയാൽ മതി നമുക്ക്. ഓക്കെ, അതിൻ്റെ ഉള്ളില് സബ്ജക്റ്റിനനുസരിച്ചുള്ള വെർബ് വരണം. ഓക്കെ, സബ്ജക്റ്റും വെർബും അല്ല വേണ്ടത്, സബ്ജക്റ്റിനനുസരിച്ചിട്ട് വെർബ് വേണം. ഓക്കെ, ആ എഗ്രിമെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സബ്ജക്റ്റ് വെർബ് വേണം കേട്ടോ.
19th one, second last question കേട്ടോ. She spoke with confidence during the interview. She spoke with confidence. അപ്പൊ നമുക്ക് സ്പോക്കിനോട് എന്ത് ചോദിച്ചു നോക്കാം? ഹൗ ചോദിച്ചു നോക്കാം. She spoke how. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലേ, ഇതെങ്ങനെ കൃത്യമായിട്ട് സ്പോക്കിനോട് ഹൗ ചോദിക്കുന്നത് അല്ലെങ്കിൽ വാട്ട് ചോദിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇവിടെ വാട്ട് ചോദിച്ചാൽ പോരെ? നോക്കിയേ, വാട്ട് ചോദിച്ചു നോക്കിയേ. ഷീ സബ്ജക്റ്റ് ആണ്, വെർബാണ്, അങ്ങനെയെങ്കിൽ ഇത് ഒബ്ജക്റ്റ് അല്ലേ വരേണ്ടത്. വാട്ട് ചോദിച്ചു നോക്കുക. ഷീ സ്പോക്ക് വാട്ട് വിത്ത് കോൺഫിഡൻസ്. ആൻസർ കിട്ടുന്നുണ്ടോ? ഇല്ല. എന്താണ് പറഞ്ഞത് എന്നുള്ളതിന് ആൻസർ അവിടെ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഇതെന്തല്ല, ഒബ്ജക്റ്റ് അല്ല. അപ്പൊ വിത്ത് കോൺഫിഡൻസ്, കോൺഫിഡൻസോടെ പറഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ അവിടെ എന്ത് ചോദിച്ചാലായിരിക്കും നമുക്ക് കിട്ടുക? ഹൗ ചോദിക്കുമ്പോൾ. ഓക്കെ, അത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഓക്കെ, എനിവേ ഇപ്പം തൽക്കാലം ഇത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബെറ്റർ ഇപ്പം അങ്ങനെ വളരെ പെർട്ടിക്കുലർ ആയിട്ട് ഹൗ ചോദിക്കുക എന്നുള്ളത് മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു 6 വാക്കുകളില്ലേ, ഹൗ, വെന്, വേറെ, വൈ, ഹൗ മച്ച്, ഹൗ ഓഫൺ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു നോക്കിയോ, അതിൽ ഏതിനാണ് ഉത്തരം കിട്ടുന്നത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഹൗ ചോദിച്ചു. ഹൗ ചോദിക്കുമ്പോൾ എന്ത് കിട്ടി? വിത്ത് കോൺഫിഡൻസ്. ഹൗ എന്താണ്? ആഡ്വേർബ് ഓഫ് മാനർ ആണ്. ഓക്കെ, ആഡ്വേർബ് ഓഫ് മാനർ ആണ്. ആൻഡ് വിത്ത് കോൺഫിഡൻസ് എന്ന് പറയുന്നത് വിത്ത് പ്രപ്പോസിഷൻ ആണ്. കോൺഫിഡൻസ് നൗൺ ആണ്. ഓക്കെ, നൗണിനനുസരിച്ച് വെർബ് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് പറയണം? ആഡ്വേർബിയൽ ഫ്രേസ് ഓഫ് മാനർ ആണ്. നമുക്കിവിടെ ആഡ്വേർബിയൽ ഫ്രേസ് ഓഫ് മാനർ എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിട്ടില്ല. ആഡ്വേർബിയൽ ഫ്രേസ്. ഓക്കെ, ആൻഡ് ഇങ്ങനെയൊക്കെ ഓപ്ഷൻ വരുന്ന സമയത്ത് നൗൺ ക്ലോസ്, ആഡ്വേർബിയൽ ഫ്രേസ്, അഡ്ജക്റ്റീവ് ക്ലോസ്, ആഡ്വേർബ് ക്ലോസ് ഓഫ് മാനർ. ലോങ് ആൻസർ മെത്തേഡിൽ എന്ത് ചൂസ് ചെയ്യരുത്? ബി ചൂസ് ചെയ്യരുത് കേട്ടോ, മണ്ടത്തരമാണേ. ഓക്കെ, ശ്രദ്ധിക്കുക, നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ഭയങ്കര സിമ്പിൾ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്, ഭയങ്കര നിസ്സാരമായിട്ട്. നമുക്ക് മാത്സ്, റീസണിങ് ഒക്കെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് ഇത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ആ ഒരു ഭയങ്കര നിസ്സാരമായിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ ആ ഒരു ലാഘവത്തോടെ തന്നെ അതിനെ അങ്ങ് ചെയ്താൽ മതി. വലിയ സംഭവമൊന്നും അല്ലത്. ഓക്കെ, അങ്ങനെ നോക്കുക കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. In the sentence, he stayed back to complete the work despite the delay. The underlined part is he stayed back to complete. എന്തായിരിക്കും? അവൻ എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റേ ബാക്ക് ചെയ്തത്? ഓക്കെ, പേർപ്പസ് എന്തായിരുന്നു അല്ലേ? പേർപ്പസ് എന്തായിരുന്നു? ടു കംപ്ലീറ്റ് ദ വർക്ക്. ഓക്കെ, ടു കംപ്ലീറ്റ് ദ വർക്ക് ആണ് അവിടുത്തെ പേർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വൈ ചോദിച്ചാലും കിട്ടും. ഓക്കെ, വൈ, റീസൺ അല്ലെങ്കിൽ പേർപ്പസ് ആണ്. ഇവിടെ നമുക്ക് എന്തേ തന്നിട്ടുള്ളൂ? പേർപ്പസ് ആണ് തന്നിരിക്കുന്നത്. ഇനി ക്ലോസ് ആണോ ഫ്രേസ് ആണോ എന്ന് കണ്ടെത്തണം. ഓക്കെ, ക്ലോസ് ആണോ ഫ്രേസ് ആണോ നോക്കിയേ. ടു കംപ്ലീറ്റ് എന്ന് പറയുന്നത് വെർബിന്റെ V5 ആണല്ലേ, ഇൻഫിനിറ്റീവ് ഫോമും ഉണ്ട്, ദ വർക്ക് എന്ന് പറയുന്ന നൗണും ഉണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, വേർബും ഉണ്ട് നൗണും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് ക്ലോസിലേക്ക് പോവൂല കേട്ടോ. കാരണം എന്താ? ഈ നൗണിനനുസരിച്ചിട്ടുള്ള വെർബനെയാണ് വരേണ്ടത്. നമുക്ക് കിട്ടേണ്ടത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ആണ് കിട്ടേണ്ടത്. ഓക്കെ, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ആണ് കിട്ടേണ്ടത്. ഇവിടെ ടു കംപ്ലീറ്റ് എന്ന് പറയുന്നത് വർക്കിനനുസരിച്ച് തന്ന വെർബാണോ? അല്ല അല്ലെ, വർക്കിനനുസരിച്ച് തന്ന വെർബ് അല്ല. ഓക്കെ, എന്ന് പറയുമ്പം ഇവിടെ നൗണിനനുസരിച്ചിട്ടുള്ള വെർബ് വന്നിട്ടുണ്ടോ? ഇല്ല. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതെന്താണ്? ഫ്രേസ് മാത്രമാണ്. ആൻസർ എന്ത് വരും? ബി വരും. ഓക്കെ, ആൻസർ ബി വരും. ഓക്കെ, സോ നമ്മൾ എക്സാമിന് മുന്നേ ആയതുകൊണ്ട് കുറഞ്ഞൊരു പോർഷനാണ് എടുത്ത് അനലൈസ് ചെയ്തത്. ആൻഡ് നമുക്ക് ക്ലോസുകൾ എന്ന് പറയുന്നത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നൗൺ ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ്, ആഡ്വേർബ് ക്ലോസ്. ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ആഡ്വേർബ് ക്ലോസ് ആണ്. അതിൽ തന്നെ കണ്ടീഷൻ വരുന്ന സമയത്ത് എന്താണ്, അതായത് നമ്മുടെ ഇഫ് ക്ലോസ് വന്നാൽ, അൺലെസ് വന്നാൽ നിർബന്ധമായിട്ട് എന്താണ്? ആഡ്വേർബ് ഓഫ് കണ്ടീഷൻ ആണ്. ആൻഡ് ബിക്കോസ്, സിൻസ്, ആസ് ഒക്കെ വന്നാൽ എന്താണ്? ആഡ്വേർബ് ഓഫ് റീസൺ ആണ്. ഓൾദോ, ഈവൻ ദോ ഒക്കെ വന്നാൽ എന്താണ്? ആഡ്വേർബ് ഓഫ് കൺസെഷൻ ആണ്. ഓക്കെ, പിന്നെ എന്തൊക്കെ ആലോചിക്കാം? ആഡ്വേർബ് ആണെങ്കിൽ, അതായത് ക്വസ്റ്റ്യൻ നമ്മൾ വെർബിനോട് നിർബന്ധമായിട്ട് നമുക്ക് ഇപ്പൊ ആഡ്വേർബ് ആണെന്ന് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യുക? വെർബിനോട് പോയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ, ആ കിട്ടിയ ആൻസർ ആണ് അണ്ടർലൈൻഡ് പോർഷൻ എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? അതിനെ ആഡ്വേർബ് ആയിട്ട് കൺസിഡർ ചെയ്യാവുള്ളൂ. ഓക്കെ, പിന്നെ പ്രൈമറി അനലൈസ് ഒന്ന് ചെയ്ത് നോക്കാം, അനാലിസിസ് ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെർബിനോട് വാട്ട് ചോദിച്ച് നോക്കുക. വാട്ട് ചോദിക്കുമ്പോൾ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ, കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഒബ്ജക്റ്റ് ആണ്, നൗൺ ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ആൻഡ്
ക്ലോസും ഫ്രേസും അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല. ക്ലോസ് എന്ന് പറയുമ്പോൾ സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് ഉണ്ട്, ഫ്രേസ് എന്ന് പറയുമ്പോൾ സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് ഇല്ല. കുഞ്ഞു കുഞ്ഞു ഡിഫറൻസുകളേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ആൻഡ് എന്ത് ചെയ്യുക, നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പം നന്നായി തന്നെ എക്സാം എഴുതുക. ടെൻഷനെയൊക്കെ ഹാൻഡിൽ ചെയ്ത് വളരെ വൃത്തിയായിട്ട്, അതായത് ഇനിയുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. എന്താണേലും ടയർ 1 ഒക്കെ ക്ലിയർ ചെയ്ത് ഇങ്ങനെ എത്തിയതാണ്. അപ്പൊ എക്സാമിനെ വളരെ വൃത്തിക്ക് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ടെൻഷനൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് തലേദിവസം കൃത്യമായിട്ട് കിടന്നുറങ്ങി വളരെ ആശ്വാസത്തോടെ എക്സാം എഴുതാനൊക്കെ ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ സെറ്റാണ്. ഓക്കെ, എന്ത് ചെയ്യാം, വളരെ വളരെ വൃത്തിയായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും കേട്ടോ.